ഹരി ഹരി ഓം തത്സ്. ജയഗുരു ജയഗുരു. ശ്രീമദ് ഭാഗവതം നമ്മുടെ മുൻപിൽ 3 കുട്ടികളെ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ. എന്നിട്ടാണ് ആദ്യം ശൃംഗിയുടെ കാര്യം പറഞ്ഞതും ശൃംഗിക്ക് പറ്റിയ തെറ്റിനെക്കുറിച്ച് അച്ഛൻ വേണ്ടതുപോലെ മകനെ ഉദ്ബോധിപ്പിക്കുന്നതുമൊക്കെ വിവരിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് എവിടേക്കാ? ഉത്താനപാദനും ധ്രുവനും സുനീതിയും ആ രാജധാനിയിലേക്ക് ചെന്ന് ധ്രുവൻ്റെ കൂടെ മധുവനത്തിലേക്ക് ചെന്ന് അവിടെ അതികഠിനമായ തപസ്സൊക്കെ കഴിഞ്ഞ് വന്നു. അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 3ാമത്തെ കുട്ടിയാണ് പ്രഹ്ലാദൻ. ശൃംഗിയേക്കാൾ പ്രായം കൂടും ധ്രുവന്, ധ്രുവനേക്കാൾ പ്രായം കൂടും ആർക്ക്? പ്രഹ്ലാദന്. പ്രഹ്ലാദന് ചെറുപ്പം മുതൽക്ക് തന്നെ ഹിരണ്യകശിപുവിന് നല്ല പോലെ അറിയാമല്ലോ. ഹരിഭക്തനാ. അച്ഛൻ ആവശ്യപ്പെട്ടത് പിതൃഭക്തനാകണം എന്നാ. അത് നടന്നില്ല. അപ്പോൾ പ്രത്യേകിച്ചും ശുക്രാചാര്യൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് നല്ല പോലെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ പഠിപ്പിച്ച ഒരു ദിവസം അച്ഛൻ്റെ മടിയിൽ കൊണ്ടിരുത്തി. അതാണ് സന്ദർഭം. നീ പഠിച്ചതിൽ ഏറ്റവും നല്ല കാര്യം എന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഹിത്വാന്ധകൂപം ഹിത്വാത്മപാദം ഗൃഹമന്ധകൂപം വനം ഗതോ യദ്ധരിമാശ്രയേത. ഈ 2 വരികളുണ്ടല്ലോ, ഇത് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഏറ്റവും രസപ്രധാനവും ഉപദേശം നിറഞ്ഞിരിക്കുന്ന വരികളാണ്. നമ്മുടെ ആത്മാവിനെ പതിപ്പിക്കുന്നതാണ് ഗൃഹം. പൊട്ടക്കിണറാണത് എന്നാണ് പറയുന്നത്. അതിനെ വിട്ട് എത്രയും വേഗം കാട്ടിലേക്ക് പോകണം അച്ഛാ. എന്തിനാ ഈ കാട്ടിലേക്ക് പോണത്? യദ്ധരിമാശ്രയേത. ഹിരണ്യകശിപു കാട്ടിൽ പോയി തപസ് ചെയ്തു. അത് ആർക്കു വേണ്ടിയിട്ടാ? ബ്രഹ്മാവിനെ തൃപ്തിപ്പെടുത്താൻ. എന്നിട്ടോ ശ്രീഹരിയെ മഹാവിഷ്ണുവിനെ കൊല്ലാൻ തക്ക യോഗ്യതകളും വരങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടി. ആ മാതിരി പോയാൽ പറ്റില്ല അച്ഛാ. എന്തു വേണം? യദ്ധരിമാശ്രയേത. പരമകല്യാണനിധിയായിരിക്കുന്ന ശ്രീഹരിയെ തന്നെ ആശ്രയിക്കാൻ പൊട്ടക്കിണറായ വീട് വിട്ട് കാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എന്താ വേദവ്യാസരുടെ ഉദ്ദേശം? ഈ വക വിവരണങ്ങളും കഥകളും ആഖ്യായികളുമെല്ലാം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആലോചിച്ച് നോക്കൂ. ശ്രീമദ് ഭാഗവതത്തിന് എല്ലാം കൂടി 3 സമ്പത്തുകളാണ് നമുക്ക് തരാനുള്ളത്. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഭാഗവത പ്രേമികളും ഭാഗവത ശ്രോതാക്കളും ഭാഗവത ചിന്തകന്മാരും എല്ലാവരും. 1, ഭഗവാനോട് അകൈതവമായിട്ടുള്ള ഭക്തി. 2, എത്രത്തോളം ഈശ്വരനോട് ഭക്തി തോന്നണോ അതിനനുസരിച്ച് നമുക്ക് നശ്വരമായ ഈ ലോകം, അതെന്തോ ആവട്ടെ എവിടെയോ ആകട്ടെ, വീടടക്കം ദേഹമടക്കം, അതിനോട് വൈരാഗ്യവും തോന്നണം. ഈ വൈരാഗ്യം ഭക്തിയുടെ കൂടെ നടക്കുന്നത് ഒരു പക്ഷിയുടെ 2 ചിറക് പോലെയാണ്. അപ്പോൾ ഭക്തിയോളം ഇപ്പുറത്ത് വൈരാഗ്യവും വേണം. ഇത് രണ്ടും ഉണ്ടായാൽ ആ ഹൃദയത്തിൽ ഉണ്ടാകുന്നതാണ്, ഉളവാകുന്നതാണ്, ഉദിക്കുന്നതാണ് ഈശ്വരാനുഭവം, ഭഗവത് പ്രബോധം. അപ്പോൾ ശ്രീമദ് ഭാഗവതം പല വിധത്തിലുള്ള അവതരണങ്ങളിലൂടെ, ചർച്ചകളിലൂടെ, സംവാദങ്ങളിലൂടെ, സിദ്ധാന്തങ്ങൾ വഴിക്ക് പറഞ്ഞു ധരിപ്പിക്കുന്നത് ഈ 3 കൂട്ടമാണ്. ഇപ്പോൾ ഇവിടെ പ്രഹ്ലാദൻ്റെ മുഖത്തിലൂടെ എല്ലാവർക്കും, ആണല്ലോ എപ്പോഴും ലോകത്തിൽ 99.99999 റെക്കറിങ് ശതമാനം ആ ഗൃഹസ്ഥന്മാരെ ഉദ്ബോധിപ്പിക്കാൻ പറയുകയാണ്. നിങ്ങളുടെ വീട് നിങ്ങൾ വൈകുണ്ഠം പോലെ ആക്കിയാൽ ശരി, പക്ഷേ അങ്ങനെ ആരും ചെയ്യാറില്ല. അതൊരു പൊട്ടക്കിണറാക്കി നിർത്തിയിരിക്കുക നിങ്ങൾ. അത് പൊട്ടക്കിണറാകുന്നിടത്തോളം കാലം, അങ്ങനെ തുടരുന്നിടത്തോളം കാര്യം എത്രത്തോളം വേഗം വേണമോ അത്രത്തോളം വേഗം കാട്ടിൽ ചെല്ലണം എന്നിങ്ങനെ പറയുമ്പോൾ ആ ഭക്തൻ്റെ മനസ്സിൽ വൈരാഗ്യം രചിക്കുകയാണ് ശാസ്ത്രകാരൻ ചെയ്യുന്നത്. ഭക്തി വളരണമെങ്കിൽ അതിന് വൈരാഗ്യം ആവശ്യമാണ്. മകൻ്റെ മുഖത്തിൽ നിന്ന് ഇങ്ങനെ ഒരു മൊഴി കേട്ടപ്പോൾ ആ അച്ഛൻ്റെ മനസ്സ് എത്രത്തോളം പ്രക്ഷുബ്ധമായിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്ത്? മകൻ്റെ മറുപടി. ആ തീരെ ഇഷ്ടപ്പെടാതെ കണ്ണൊക്കെ ചുവന്ന് ഉരുണ്ട് എന്ത് ചെയ്തു? ആ കോപത്തിൽ പിടിച്ചിറക്കി അങ്ങോട്ട് വിട്ടു. ധ്രുവന് അച്ഛൻ്റെ മടി കിട്ടാത്ത ദുഃഖമാണ്. ഇവിടെയോ
അച്ഛൻ്റെ മടിയിൽ പിടിച്ചിരുത്തി ചോദിച്ച ചോദ്യത്തിന് താൻ ഉദ്ദേശിക്കുന്ന മറുപടി പറഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ കോപിച്ച് വലിച്ചങ്ങോട്ട് താഴത്തേക്ക് ഇറക്കി. എന്താ ചെയ്യുക? മകനല്ലേ, തൻ്റെ അരക്കെട്ടെന്ന് ജനിച്ച കുട്ടിയല്ലേ, അല്ല എന്ന് പറയാൻ പറ്റുമോ? അവൻ ഇപ്പോഴും കുട്ടിയാണ്, മുതിർന്നിട്ടില്ല. കുട്ടിയായിരിക്കുമ്പോൾ തന്നെയാണ് ഇത്ര അധികം കണിശത്തോടും കാർക്കശ്യത്തോടും കൂടി മകൻ സംസാരിക്കുന്നത്. അച്ഛന് എത്രത്തോളം കാഠിന്യമുണ്ടോ ആ കാഠിന്യത്തിനൊത്ത് പ്രഹ്ലാദൻ്റെ മകൻ്റെ മനസ്സിൽ ഉറപ്പും സ്ഥൈര്യവുമാണ് കാണുന്നത്. സ്വാഭാവികപ്പെട്ട ഏറ്റുമുട്ടലല്ലാതെ കൂടുതൽ ജാഗ്രതയോടുകൂടി കുട്ടിയെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് നിർദ്ദേശിച്ച് കർക്കശമായി പറഞ്ഞയച്ചു. അവരെന്ത് ചെയ്യും? ഇനിയും സണ്ടാമർക്കന്മാർ കൂടുതൽ ശ്രദ്ധയോടുകൂടി കുറേ ഏമിച്ചും ശാസിച്ചും ആരും നുഴഞ്ഞു വരുന്നില്ലല്ലോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയും പഠിപ്പിച്ചു കുറേ ദിവസം കഴിഞ്ഞ് ആദ്യ അച്ഛൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ പറഞ്ഞ പ്രകാരം നല്ലപോലെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും വന്നിട്ടില്ല, എല്ലാം കേമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അങ്ങ് ഉദ്ദേശിക്കുന്ന മാതിരി. ഇത്തവണയെങ്കിലും മകനെ വിളിച്ച് ചോദിക്കുമ്പോൾ അവൻ വേണ്ടതുപോലെ അങ്ങയ്ക്ക് രുചിപ്രദമായ മറുപടി പറയുന്നതാണ് ഞങ്ങളുടെ വിചാരം എന്ന് പറഞ്ഞ് ആദ്യം കൊണ്ടുവന്ന് സമ്മാനിച്ചു. അച്ഛനെന്ത് ചെയ്യും? അവർ പറയുന്നത് ശരിയാണെന്ന് തോന്നി നമുക്കൊന്ന് നോക്കിക്കളയാം എന്ന് പറഞ്ഞ് മകനെ വിളിച്ച് മടിയിലിരുത്തി. എന്നിട്ട് ചോദിച്ചു, എന്താ മോനെ, അന്ന് നമ്മൾ തമ്മിൽ സംസാരിച്ചതൊക്കെ നിനക്ക് ഓർമ്മയുണ്ട്, അതൊക്കെ പോയി, കുറേ കൂടിയും പ്രായവും സമയമൊക്കെ ആയി, ആചാര്യന്മാർ വേണ്ടതുപോലെ പഠിപ്പിച്ചിട്ടുണ്ടാവും, നീ എന്താ മനസ്സിലാക്കിയിരിക്കണമെന്ന് പറഞ്ഞു തരാം, നിൻ്റെ അഭിപ്രായം എന്താ, മനസ്സെങ്ങനെയാന്ന്. അപ്പം മകൻ പറയണത് കേൾക്കണോ? ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ഞാൻ മുമ്പ് നിങ്ങളോട് പറയുണ്ടായി, 12 സ്കന്ധങ്ങളുള്ള ശ്രീമദ് ഭാഗവതം ഏറ്റവും മാധുര്യവും പ്രയോജനവും ലക്ഷ്യവും മൂല്യവും സിദ്ധാന്തവുമെല്ലാം നിറഞ്ഞിരിക്കുന്നത് 7ാമത്തെ സ്കന്ധത്തിലാണ്. അതിലും വിശേഷിച്ച് പ്രഹ്ലാദ ചരിതത്തിലാണ്. ആ പ്രഹ്ലാദൻ്റെ മുഖത്തുകൂടി 7 വയസ്സായ കുട്ടിയുടെ മുഖത്തുകൂടിയാണ് ഈ പരമസത്യം ഭാഗവത കർത്താവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. നിങ്ങൾക്കറിയാമോ കൂട്ടരെ, ഈ ഒരു ശ്ലോകം ഭാരതത്തിൽ വടക്ക് തൊട്ട് തെക്ക് വരെ കിഴക്ക് തൊട്ട് പടിഞ്ഞാറ് വരെ എല്ലാ സ്ഥലത്തും അലയടിക്കുന്ന ഒരു ശ്ലോകമാണ്. നമുക്ക് ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു കോണിപ്പടിയാണ്. ആ കോണിപ്പടിയിൽ ഓരോ പടിയും ചവിട്ടി കയറി മേപ്പെട്ട് പോകുമ്പോഴാണ് ഒരു മനുഷ്യൻ ഭുക്തൻ എന്നുള്ള നിലവിട്ട് ഭക്തനായിത്തീരുന്നത്, ഭോഗി എന്നുള്ള നിലവിട്ട് യോഗിയായിത്തീരുന്നത്. ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് ലോകത്തിലല്ല, ഞാൻ വൈകുണ്ഠത്തിലാണ് എന്നൊരു തോന്നൽ. ശരീരത്തോടു കൂടി ഇരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ശരീരിയാണ്, ആത്മാവാണ്, ശരീരമല്ല. ശരീരമാണെന്ന് പറഞ്ഞാൽ നമ്മൾ നശ്വരന്മാരായി. പക്ഷേ നാം നശിക്കുന്നില്ലല്ലോ. എന്നും നമ്മൾ ഞാൻ എന്നിങ്ങനെ കോട്ടം കൂടാതെ പറയുമ്പോൾ നശിക്കുന്നവരല്ല നമ്മൾ. നേരെ മറിച്ച് അമരന്മാരും അനശ്വരന്മാരുമാണ്. അങ്ങനെ ആയിത്തീരും. ശ്രവണം കീർത്തനം വിഷ്ണോ, മഹാവിഷ്ണുവിൻ്റെ കഥകളും അദ്ദേഹത്തിൻ്റെ വിശേഷ ചെയ്തികളുമെല്ലാം വിവരിക്കുന്ന സമയത്ത് കാത് നല്ലപോലെ കൊടുത്തത് കേൾക്കുക, ശ്രവണം. ആദ്യം ആർക്കും ശ്രീമദ് ഭാഗവതം എടുത്ത് വായിക്കാൻ സാധിച്ചു എന്ന് വരില്ല, വായിക്കാൻ പുറപ്പെടുവില്ല. ആദ്യമായിട്ട് ശ്രീമദ് ഭാഗവത വിവരണം നടക്കുന്നിടത്ത് ചെന്നവിടെ ഇരിക്കുക. വേണമെങ്കിൽ കണ്ണടച്ചോളൂ, അല്ലെങ്കിൽ കണ്ണ് തുറന്നോളൂ. അവിടെ വായിക്കണതും പറയണതും നല്ലപോലെ കേൾക്കുക. അവനവനായിട്ട് ചെയ്യണ്ട. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞാൽ സ്വയം കീർത്തനം ചെയ്യാൻ തോന്നും. ഹരേ മുകുന്ദ എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നും. അതുവരെ പെട്ടെന്ന് പലർക്കും പഠിപ്പുണ്ടാവും, ഉദ്യോഗമുണ്ടാവും, സ്ഥാനമാനങ്ങളുണ്ടാവും. അതിനൊക്കെ വിരോധമാണ് ഈശ്വരൻ്റെ നാമം ഉറക്കെ പറയുന്നതെന്നാണ് വലിയ മനുഷ്യരുടെയും കൂടി വിചാരം. അതൊക്കെ പോയി നമുക്ക് സ്വയം
സ്വയം ഈശ്വരൻ്റെ നാമങ്ങൾ നാലാൾ കേൾക്കുകയാണെങ്കിലും ഉറക്കെ പറയാമെന്ന് തോന്നും. ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ, ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ. എന്താ പല്ലു കൊഴിഞ്ഞു പോകും? നിങ്ങൾക്ക് എന്താ തകരാറ് വരിക? നമ്മുടെ ഇഷ്ടത്തിന് നാം തുറന്ന് ഉറക്കെ ജപിക്കുന്നു. ഇങ്ങനെ ഉറക്കെ ജപിച്ചാൽ ഉടനെ ഉണ്ടാവുന്ന നേട്ടം എന്താണെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങളുടെ മനസ്സിലെ ടെൻഷനും സ്ട്രെസ്സും സ്ട്രെയിനും സംഘർഷവും ഒക്കെ പോകും. എപ്പോൾ സംഘർഷമുണ്ടോ ആ സംഘർഷത്തിന് ശബ്ദത്തിലൂടെ നമുക്ക് പുറത്തേക്ക് തുപ്പിക്കളയാം. ആ ശബ്ദം എന്തെങ്കിലും ഒരു ശബ്ദം പുറപ്പെടുവിക്കണം. അത് വല്ല ശബ്ദവും പുറപ്പെടുവിച്ചാൽ ബാക്കിയുള്ളവർക്ക് പിടിക്കില്ല, ഇഷ്ടാവില്ല. അതുകൊണ്ട് ഈശ്വരൻ്റെ നാമം ഉറക്കെ ജപിക്കാം. ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ, ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ. എന്താ വിരോധം? 2 തവണ ഇങ്ങനെ ചൊല്ലി നോക്കൂ. നിങ്ങൾ തന്നെ ചിരിക്കാൻ തുടങ്ങും. എവിടുന്നാണാവോ ഒരു ലാഘവം എൻ്റെ ഉള്ളിൽ കടന്നുകൂടിയെന്നൊക്കെ സ്വയം അനുഭവപ്പെടും. സ്മരണം മൂന്നാമത്തേതാണ്. ഈ പാട്ടും ചൊല്ലലും ഒന്നും പറ്റിയില്ലെങ്കിലും ഈശ്വരനെക്കുറിച്ച് സ്മരിക്കുക. സ്മരണത്തിന് മനസ്സേ വേണ്ടൂ. മൗനമായി ചുണ്ടനങ്ങാതെ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ മനനം എന്ന് പറയുന്നത്. പാദസേവനം. അത് കഴിഞ്ഞാലാണ് ഒരു ബിംബമോ ഒരു പടമോ ഒക്കെ ഒന്ന് വെച്ച് എനിക്ക് 4 പുഷ്പങ്ങൾ ആ പാദങ്ങളിൽ എടുത്തിടണം എന്നൊരാൾക്ക് തോന്നുകയും. അർച്ചനം വന്ദനം ദാസ്യം. പാദസേവനം എന്ന് പറയുമ്പോൾ പാദത്തെ സേവിക്കുക. അതെങ്ങനെയാണ്? നമുക്ക് പല വിധത്തിലുള്ള ശതനാമാവലികളും സഹസ്രനാമാവലികളും ഒക്കെ ഉണ്ട്. അത് ചുരുക്കി 12 ആക്കാം, 24 ആക്കാം, എന്തു വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ 4 പുഷ്പം എടുത്ത് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക എന്ന് തോന്നും. ചിലപ്പോൾ ഒരു മാല കെട്ടിയിടുക എന്ന് തോന്നും. വന്ദനം ദാസ്യം, നമസ്കരിക്കുക. ദാസ്യം കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈശ്വരൻ്റെ ദാസനായിട്ടാണ് ഞാൻ ലോകത്തിൽ ജീവിക്കുന്നത്. ഈശ്വരദാസനാണ്, ഭക്തനാണ്. ഞാൻ ജനിച്ചത് അച്ഛനമ്മമാർക്കാവാം, വളർത്തിയത് അവരാവാം, എൻ്റെ കുടുംബത്തിലാവും കഴിഞ്ഞുകൂടുന്നത്, ഊണ് കഴിക്കുന്നത്, പള്ളിക്കൂടത്തിൽ പഠിക്കുന്നുണ്ടാവും. ഇതെന്തായാലും ശരി, ഞാൻ ഈശ്വരൻ്റെ ദാസനാണ്. ഈ ലോകം മുഴുവനും അദ്ദേഹം രചിച്ചതാണ്. അപ്പോൾ ഈശ്വര രചനയാണ് ഭൂമി. ആ ഈശ്വരൻ രചിച്ച ഭൂമിയിൽ ഉണ്ടാവുന്ന സന്താനങ്ങൾ ആരാരെല്ലാം ഉണ്ടോ, മൃഗങ്ങളോ പക്ഷികളോ ഇഴജന്തുക്കളോ, അതുപോലെ മനുഷ്യൻ തലയുണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ബാക്കിയുള്ള ജീവജാലങ്ങളെപ്പോലെ തന്നെ ഈശ്വര സൃഷ്ടി തന്നെയാണ് മനുഷ്യനും. ആ ഒരു വിചാരം മനസ്സിൽ വന്നാൽ ഈശ്വരദാസ്യം മനസ്സിൽ തോന്നിത്തുടങ്ങും. സഖ്യം ആത്മനിവേദനം. അത് കഴിഞ്ഞാൽ ഭഗവാനെ ഒരു ചങ്ങാതിയായി സുഹൃത്തായി കണക്കാക്കുക എന്നൊരു തോന്നൽ വരും. അർജുനൻ വിശ്വരൂപം കണ്ടപ്പോൾ പറയുകയാണ്, കൃഷ്ണ കൃഷ്ണ, എനിക്ക് വലിയൊരു തെറ്റുപറ്റിപ്പോയി കേട്ടോ. ഞാൻ സുഹൃത്താണെന്ന് വിചാരിച്ച് അങ്ങയുടെ കൂടെ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, കളിക്കുമ്പോൾ, ചിരിക്കുമ്പോൾ, കൂടെ കിടക്കുമ്പോഴൊക്കെ പല വാക്കുകളും പറഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞതൊക്കെ ക്ഷമിക്കണേ, അങ്ങയുടെ യോഗ്യത അറിയാതെയാണ് പറഞ്ഞത്. ഞാനിത് എന്തിനാണ് പറയണത്? ഭഗവാനോടൊരു സൗഹൃദം തോന്നുന്നതിൽ ഒരു തെറ്റുമില്ല. എനിക്ക് ഭഗവാനെ പോലെ ആവണമെന്ന് നിങ്ങൾക്കൊരാൾക്ക് തോന്നി, എന്താ വിരോധം? ഇപ്പം ശ്രീരാമനുണ്ട്, കൃഷ്ണനുണ്ട്, ബാക്കി പലരുമുണ്ട്. അവരെല്ലാം എങ്ങനെയോ അതുപോലെ ഞാനും ആവും എന്ന് വിചാരിച്ചോളൂ, ഒരു തെറ്റുമില്ല. അവസാനം ഇതൊക്കെ കഴിഞ്ഞ് താണ്ടി കിടക്കുമ്പോഴാണ് ആത്മനിവേദനം. എൻ്റെ ഈശ്വര, അങ്ങയ്ക്ക് ഞാൻ ഒന്നും തരാൻ പോകുന്നില്ല, തരാനില്ല. എൻ്റെ ശരീരമടക്കം ഭൂമി എങ്ങനെ ഭഗവത് സൃഷ്ടമോ അതേമാതിരി എൻ്റെ ശരീരവും ഈശ്വര സൃഷ്ടമാണ്. അതിലുള്ള നാവ് സംസാരിക്കുന്നു, ഉള്ളിലുള്ള മനസ്സ് ചിന്തിക്കുന്നു, ബുദ്ധി ആലോചിക്കുന്നു, അഹങ്കാരം അതിൻ്റെ പ്രകടനം നടത്തുന്നു. ഇതെല്ലാം തന്നെ എൻ്റെ അല്ലേ, അങ്ങയുടെയാണേ, അതേ എൻ്റെ അല്ല, എൻ്റെ അല്ല എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഈ ലോകത്തെ പോലെ അങ്ങയുടെയാണ് എന്ന് വിചാരിച്ച് സ്വയം തന്നെ ആത്മാവിനെ തന്നെ നിവേദിക്കുക ഭഗവാന് വേണ്ടി. നമ്മളിപ്പോൾ ചെയ്യണത് എന്താ? പായസങ്ങളും നെയ്പായസവും പാൽപ്പായസവും
ചതുശ്ശതവും എല്ലാമായി പലതും നിവേദിക്കും. ആ നിവേദിക്കുന്നത് പോലെ തന്നെ അങ്ങോട്ട് സമർപ്പിക്കുക എന്ന്. ഇതി പുംസാർപ്പിത വിഷ്ണു ഭക്തിശ്ചേന്നവലക്ഷണ ക്രിയതേ ഭഗവത്യർത്ഥ തന്മന്യേ അധീതമുത്തമം. ഇങ്ങനെ പുംസാർപ്പിത വിഷ്ണു, മനുഷ്യർ ഓരോരുത്തരും ഇങ്ങനെയുള്ള ഭക്തി ഭഗവാനിൽ സമർപ്പിക്കണം. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഇത് പടിപ്പടിയായി കുറേശ്ശെ കയറി ഇറങ്ങേണ്ട കാര്യമല്ല. ഭക്തിശ്ചയൻ നവലക്ഷണ എന്നാണ് പറയുന്നത്. നവലക്ഷണയായിരിക്കുന്ന ഭക്തി. ഒരാൾ ഭക്തി പരിശീലിക്കുമ്പോൾ ഈ ശ്രവണവും ഉണ്ടാവും, കീർത്തനവും ഉണ്ടാവും, സ്മരണവും ഉണ്ടാവും, പാദസേവനവും ഉണ്ടാവും, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം ഇതൊക്കെ ഉണ്ടാവും, ആത്മനിവേദനവും ഉണ്ടാവും. നോക്കൂ, എന്ത് പൂജ കഴിഞ്ഞാലും ഭഗവാനെ പൂജിച്ച് ബാക്കിയുള്ളവർക്ക് ആരാധിക്കാൻ തയ്യാറാക്കി നിർത്തുന്നവരും ആ വിഗ്രഹത്തിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കാറുണ്ട്. നമ്മുടെ ഒരു സ്വഭാവവും വിശേഷമാണ് ഈ പ്രണാമം എന്ന് പറയുന്നത്. അപ്പോൾ 9 ലക്ഷണങ്ങളോട് കൂടിയ ഈ ഭക്തിയെ വേണ്ടതുപോലെ പരിശീലിക്കണം. ഒരു കുറവും വരരുത്, സമൃദ്ധമായി പരിശീലിക്കണം. തന്മന്യേ അധീതമുത്തമം. എൻ്റെ പൊന്നച്ഛ, ഇതാണ് ഉത്തമമായ പഠിപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമോ? ഇവിടെ 15ഉം 16ഉം വയസ്സായവർ പോലും അച്ഛൻ്റെ മുഖത്ത് നോക്കി നമ്മൾ സ്വയം അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ വിനയത്തോടു കൂടി പറഞ്ഞു ധരിപ്പിക്കുന്ന കുട്ടികൾ എത്ര പേരുണ്ട്? കുട്ടികളെ വളർത്തുന്നത് അച്ഛനമ്മമാരാണ്. ആ വളർത്തൽ നന്നായാൽ എന്താണ് അച്ഛനമ്മമാർ കുട്ടികളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? അവർക്ക് സ്വയം ചിന്തിക്കാനും വിലയിരുത്താനുമുള്ള കഴിവ് വരണം. അത് വന്നു കഴിഞ്ഞാൽ ആ കുട്ടികളെ നമ്മൾ സൗഹൃദത്തോടു കൂടിയാണ് കാണുക. എൻ്റെ മോനെ, ഇങ്ങനൊരു അഭിപ്രായമുണ്ട്, നിനക്ക് എന്താ തോന്നണത്? അച്ഛന് തോന്നണത് ശരിയാണോ? നിൻ്റെ അഭിപ്രായം എന്താണ്? അങ്ങനെ മക്കളോട് ചോദിച്ച് അവരുടെ അഭിപ്രായം ചോദിച്ച് അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനാണ് ഏത് അച്ഛനും അമ്മയും നല്ലവരാണെങ്കിൽ പ്രതീക്ഷിക്കുക. ഇതിപ്പോൾ 7 വയസ്സായ കുട്ടിയോട് ചോദിച്ചപ്പോൾ ഹിരണ്യകശിപു തിരക്കേടാൾ സാധാരണക്കാരനല്ലല്ലോ, താളം തെറ്റിയിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ കുട്ടി സ്വയം അങ്ങോട്ട് പറയുക, തന്മന്യേ അധീതമുത്തമം. ഞാൻ പഠിച്ചതിൽ വെച്ച് ഏറ്റവും ഉത്തമമായിരിക്കുന്നത് ഇതാ പറഞ്ഞു കേൾപ്പിച്ചു എന്ന്. ഹിരണ്യകശിപുവിനിത് സഹിക്കാൻ പറ്റുമോ കൂട്ടരെ? അദ്ദേഹം വളരെയധികം ക്രുദ്ധനായി. ആദ്യം പഠിപ്പിച്ച് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, പൊട്ടക്കിണറാണ് വീട്, അത് വിട്ട് കാട്ടിലേക്ക് വേഗം പോയി ഹരിഭജനത്തിൽ മുഴുകണം എന്ന് പറഞ്ഞു. ഇപ്പം അവൻ പറയണത് എന്താ? ഇവിടെ ഇരുന്നാലായാലും ശരി, ഇങ്ങനെയുള്ള ഭക്തി പരിശീലിക്കണം, ഇതാണ് ഉത്തമം. അപ്പം ഈ ആചാര്യന്മാരുടെ കീഴിൽ ഇവന് നടക്കുന്ന പഠിപ്പ് എന്ത് പഠിപ്പാപ്പാ അത്? ഇതാണോ അവർ പഠിപ്പിക്കണത്? അപ്പം മകൻ എന്നുള്ളൊരു പാശമുണ്ടല്ലോ അവിടെ. അപ്പം മകനോട് എത്ര വരെ പറഞ്ഞാലും മകനാണല്ലോ, നേരെ ആചാര്യന്മാരുടെ നേരെ അങ്ങോട്ട് തിരിഞ്ഞു. ഇത് പഠിപ്പിക്കാനാണോ ഞാൻ എൻ്റെ കുട്ടിയെ നിങ്ങളുടെ അടുക്കിലേക്ക് പറഞ്ഞയച്ചത്? ഇവൻ എന്താ ഈ സംസാരിക്കണത്? ഈ സംസാരത്തിന് ആരാണ് ഉത്തരവാദി? 7 വയസ്സായ ഒരു കുട്ടി ഇത്രയൊക്കെ സംസാരിക്കാൻ പറ്റുമോ? അവൻ ഈ പഠിപ്പ് എവിടെ നിന്ന് കിട്ടി? നിങ്ങളല്ലാതെ ആരാ വരുന്നത്? വല്ലവരും വന്നാൽ നിങ്ങളത് കണ്ടുപിടിച്ചില്ലേ എന്ന് പറഞ്ഞ് ശകാരായി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഭാഗവത കർത്താവ് വിടുന്നില്ല. അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ പറയണം. നമ്മുടെ ഗൃഹങ്ങളിൽ നടക്കുന്ന ചരിതം എന്തോ അത് മുഴുവനും പറയണം. അച്ഛനമ്മമാരുടെ പോരായകൾ, കുട്ടികളെ വളർത്താൻ അറിയായിക, ഗർഭാധാനത്തിൽ വേണ്ടതുപോലെ ശുശ്രൂഷിക്കാതെ ഇരിക്കുക, ഗർഭാധാനത്തിന് തയ്യാറെടുക്കണം. ആര്? ഭാര്യാഭർത്താക്കന്മാർ. അങ്ങനെ തയ്യാറെടുത്ത് ഒരു കുട്ടി ഉണ്ടാവാൻ പോവുക. ആ പ്രക്രിയ മുഴുവൻ നടക്കുന്നത് നമ്മളറിയാതെ നമുക്ക് യാതൊരു തരത്തിലും ഇടപെടാൻ പറ്റാത്തൊരു സംഭവമാണിത്. അത് വേണ്ടതുപോലെ ആവണമല്ലോ എന്ന് വിചാരിച്ച് 2 ആഴ്ചയോ 1 മാസമോ 41 ദിവസമോ തപസ്സിരിക്കണം. ഇപ്പോൾ ശബരിമലയ്ക്ക് പോവാനും തിരുപ്പതിക്ക് പോവാനും ഒക്കെ തപസ്സിരിക്കുന്നുണ്ടല്ലോ. അതുപോലെ ഗർഭാധാനത്തിന് മുൻപ് അതിന് പറ്റിയ 2 കൂട്ടരും തപസ്സിരിക്കണം. അപ്പാ നല്ല കുട്ടികൾ ജനിക്കണം എന്ന് വിചാരിച്ച്. അപ്പോൾ ആചാര്യന്മാരോട് തിരിഞ്ഞപ്പോൾ അവർക്ക് നല്ല പോലെ സംസാരിക്കാൻ അറിയാമല്ലോ, കുട്ടിയെപ്പോലെയല്ലോ. അവർ പറയണത് കേൾക്കൂ, ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഭാഷയാണ്.
ന മത്പ്രണീതം ന പരപ്രണീതം സുതോവധത്യേഷ തവേന്ദ്രശത്രോ നൈസർഗികീയം മതിരസ്യ രാജൻ നിയച്ഛമന്യും കദദാസ്മമാനഃ. എന്താണ് ആ വൃത്തം? അതിൻ്റെ കൗതുകം, ഗാംഭീര്യം, ഗാഠത, മനോഹാരിത, എത്ര വിശേഷത. ന മത്പ്രണീതം ന പരപ്രണീതം. അയ്യോ ഇന്ദ്രശത്രോ, ഇത് ഞങ്ങളാരും പഠിപ്പിച്ചു കൊടുത്തതല്ലേ. ഞങ്ങളെ അറിയാതെ ആരും പാഠശാലയിൽ കിടന്ന് കുട്ടിയെ പഠിപ്പിച്ചിട്ടില്ലേ. അങ്ങയുടെ ഈ മകൻ സംസാരിക്കുന്നത് അങ്ങയുടെ മകനാണ് സംസാരിക്കുന്നത്. ഇതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. ആരെങ്കിലും ഉത്തരവാദിയാണെങ്കിൽ അത് ആ കുട്ടിയുടെ അച്ഛനേ ആവുള്ളൂ, ഞങ്ങളാവില്ല. ആ കുട്ടി വേറെ ഒരാളെ കണ്ടിട്ടില്ല ഞങ്ങളുടെ അഭിപ്രായത്തിൽ. വീട്ടിൽ ആരൊക്കെ കണ്ടു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. നൈസർഗികീയം മതിരസ്യ രാജൻ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അനവധി കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ് ഞങ്ങൾ. പലരെയും കണ്ടിട്ടുണ്ട്, പഴകിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ ഈ സംസാരം ഒരു സ്ഥലത്തു നിന്നും ഒരാളും പറഞ്ഞു കൊടുത്തതോ പിടിപ്പിച്ചു കൊടുത്തതോ അല്ല. നൈസർഗികീയം, പ്രകൃതിഗതമായി സ്വച്ഛമായി സ്വതന്ത്രമായി ആ കുട്ടിക്ക് വരുന്നതാണ്. ശ്വാസം എങ്ങനെ വരുന്നുവോ അതേമാതിരി കുട്ടിയുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ് ഈ വാക്കുകൾ മുഴുവനും. മതിരസ്യ രാജൻ, ഈ കുട്ടിയുടെ ബുദ്ധി. നിയച്ഛമന്യും, അങ്ങയുടെ കോപം ഒന്ന് അടക്കൂ. ഞങ്ങളോട് ദേഷ്യപ്പെടരുതേ, ദേഷ്യപ്പെടരുതേ, ദേഷ്യപ്പെടരുതേ. ഗുരുനാഥന്മാരിങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ആചാര്യൻ എന്താ ചെയ്യുക? അതിൽ പറയണത് കുറച്ച് കേൾക്കണ്ടേ? കേട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിയണത് ആരുടെ നേരെയാ? മകൻ്റെ നേരെയാ. ഉടനെ മകൻ്റെ നേർക്ക് തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ കൂട്ടരെ? ശ്രീമദ് ഭാഗവതമാണ് ഞാൻ പറയുന്നത്. ഈ നൈമിഷാരണ്യത്തിലുള്ള ഈ പ്രവക്തൃപീഠം എന്തിനാണെന്നറിയാമോ നിങ്ങൾക്ക്? ശ്രീമദ് ഭാഗവതത്തിൽ നമ്മുടെ നിത്യജീവിതത്തെ സ്പർശിക്കുന്ന എന്തെല്ലാം തത്വങ്ങളോ മൂല്യങ്ങളോ സിദ്ധാന്തങ്ങളോ അവതരിപ്പിക്കുന്നുണ്ടോ അത് മുഴുവനും അതിൻ്റെ പൂർണ്ണ പ്രസക്തിയോടുകൂടി പ്രായോഗികതയോടുകൂടി ശ്രോതാക്കളെയും പ്രേക്ഷകരെയും ധരിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം. നിങ്ങളുടെ ഗൃഹങ്ങളെല്ലാം വൈകുണ്ഠം പോലെ ശോഭിക്കണം, വൈകുണ്ഠം പോലെ ശോഭിക്കണം, കൈലാസം പോലെ ആയിത്തീരണം. അവിടെ പാഴ്മുളകൾ പാടില്ല, നല്ല നല്ല മുളകൾ വേണം അവിടെ ഉണ്ടാവാൻ. നിങ്ങളുടെ ചെമരൊക്കെ വന്ന് നോക്കുമ്പോൾ അവിടെ എന്തായിരിക്കണം ചിത്രം, സന്ദേശം? ആലോചിച്ച് നോക്കൂ എന്ത് വേണമെന്ന്. നമ്മുടെ ഈ സത്രശാല എങ്ങനെയോ അതുപോലെ ആയിരിക്കണം നിങ്ങളുടെ ഗൃഹത്തിലും. എന്ത് പടം വയ്ക്കണം? നമ്മുടെ ഗൃഹാംഗങ്ങളിൽ എന്ത് സ്വാധീനമാണത് ചെലുത്തേണ്ടത്? മനസ്സിനെ ഉത്തുംഗമാക്കാൻ, മനസ്സിന് ഔന്നത്യം നൽകാൻ, വിചാരശുദ്ധി ഉണ്ടാവാൻ, ചിത്തശുദ്ധി ഉണ്ടാവാൻ, മനുഷ്യരിൽ നന്മയും ഉദാത്തതയും അങ്കുരിക്കണം. മനുഷ്യൻ്റെ സംസാരം നന്നാവണം, ചിന്ത നന്നാവണം. ഇതെല്ലാം കൂടി വേണ്ടതുപോലെ ആവാൻ എന്തൊക്കെ വേണോ അതൊക്കെയാണ് അവിടെ കാണിക്കേണ്ടത്. ഇത് അവിടെ ചെന്നു ഇവിടെ ചെന്നു മാർക്കറ്റിൽ നിന്ന് കിട്ടിയ പടം കൊണ്ടുവന്നു തൂക്കി അങ്ങോട്ട് ഇട്ടു, കണ്ടുമില്ല, കേട്ടുമില്ല, ചിന്തിച്ചുമില്ല. നിങ്ങൾ എന്താ വിചാരിക്കണത്? നിങ്ങൾക്ക് താമസിക്കാനുള്ള ഗൃഹമാണ്. ആ ഗൃഹാംഗങ്ങളെ സന്തോഷത്തോടു കൂടി മന്ദസ്മിതരായി പരസ്പരം സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി എല്ലാവർക്കും ആദർശം എന്നുള്ള നിലയ്ക്ക് വേണം ജീവിക്കാൻ. ന ചേത് ഗുരുമുഖീയം തേ കുതോ അഭദ്ര അസതീമതി. ഇത് ഗുരുമുഖത്തിൽ നിന്നല്ല നിനക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിൽ എവിടുന്ന് കിട്ടിയടാ നിനക്കിത്? ഒന്ന് പറയുക, ഞാൻ കേൾക്കട്ടെ എന്നാ ഈ അച്ഛൻ. ഈ കുട്ടിയുണ്ടോ വിടുന്നു? ഞാൻ ആലോചിക്കും. ശ്രീമദ് ഭാഗവതം അത് എഴുതിയ പരമഹംസന് മാത്രമേ ഇങ്ങനെയുള്ള ചരിത്രം വിവരിക്കാൻ പറ്റുള്ളൂ. ആരാ ഇവിടെ രണ്ടാൾ? ഒന്ന് അച്ഛൻ, അസുര ചക്രവർത്തി, കയ്യിൽ വാളുണ്ട്, പരിശയുണ്ട്, കുന്തമുണ്ട്, അമ്പുണ്ട്, വില്ലുണ്ട്, ഒക്കെയുണ്ട്. മകൻ്റെ കയ്യിൽ ഒന്നുമില്ല. ആ മകൻ്റെ മുഖത്തിലൂടെയാണ് ശ്രീമദ് ഭാഗവതം ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ പറയുന്നത്. പല രംഗങ്ങളും അങ്ങോട്ട് അവതരിപ്പിക്കുക. അതിലൊരെണ്ണാണത്. മതിർന്ന കൃഷ്ണേ പരതസ്വതോ വാ മിഥോഭിപദ്യേത ഗൃഹവ്രതാനാം
അദാന്തഗോഭി വിശദാന്തമിശ്രം പുനഃ പുനഃശർവിതചർവണാനാം. അച്ഛാ അച്ഛാ, എൻ്റെ മനസ്സിലുള്ള ആ ഹരിപ്രേമമുണ്ടല്ലോ, ആ കൃഷ്ണസ്നേഹം എൻ്റെ മനസ്സിലുള്ളത്. മതിർന്ന കൃഷ്ണേ പരതസ്വതോ വാ മിഥോഭിപദ്യേത ഗൃഹവ്രതാനാം. ആ വാക്ക് കേൾക്കൂ, ഗൃഹവ്രതം. നമ്മളിവിടെ 41 ദിവസം 21 ദിവസം 18 ദിവസം പയോവ്രതം ഏകാദശി വ്രതം എന്നൊക്കെ പറയും. നമ്മുടെ ഗൃഹസ്ഥന്മാരുടെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്കൊരൊറ്റ വ്രതമേ ഉള്ളൂ, ഗൃഹവ്രതം. ഗൃഹവ്രതം, വീട് മാത്രം, അത് വിട്ടുപോകാനുള്ളതാണെന്നുള്ള ഓർമ്മയും കൂടിയില്ല. വീട് കെട്ടിയിട്ട് എത്ര ആളാണ് അവിടെ തന്നെ ഇരിക്കണത്? മരിച്ചു പോയാൽ അവിടെ മുറിയിൽ കുഴിച്ചിടോ? കയ്യിലുള്ള മോതിരം വരെ എല്ലാവരും ഊരിക്കൊണ്ടുപോകും. ഒരു സാധനം നമ്മുടെ കൂടെ വരില്ല. ആരെങ്കിലും ഇത് മനസ്സിലാക്കുന്നുണ്ടോ? അപ്പം ഗൃഹവ്രതന്മാരുണ്ടല്ലോ, ആ ഗൃഹവ്രതന്മാർക്ക് മതിർന്ന കൃഷ്ണേ പരതസ്വതോ വാ മിഥോഭിപദ്യേത ഗൃഹവ്രതാനാം. അവിടെ ജനിക്കുന്ന ആ ഗൃഹസന്താനങ്ങളിൽ ഇങ്ങനെ ഒരു ബുദ്ധി ഉണ്ടാവില്ല അച്ഛാ. അച്ഛനമ്മമാർക്കില്ല, അവരുടെ സുഹൃത്തുക്കൾക്കുമില്ല. അപ്പം അച്ഛനമ്മമാരുടെ സംസാരം കേട്ടോ, സുഹൃത്തുക്കൾ തമ്മിൽ ചർച്ച ചെയ്യുന്നത് കേട്ടോ, ഒരു തരത്തിലും ഇത് വരാൻ ഒരു സാധ്യതയില്ല. നിങ്ങളൊക്കെ ടെലിഫോൺ എടുത്താൽ ഭക്തിയെക്കുറിച്ച് സംസാരിക്കാറുണ്ടോ ആരോടെങ്കിലും? നിങ്ങൾക്ക് എത്ര സ്നേഹിതന്മാരുണ്ട് ഭാഗവതത്തെപ്പറ്റി 4 വാക്ക് പറയാൻ? പറൂരിൽ ഒരു പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്. അവരിടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് സംസാരിക്കും. സ്വാമിജിയുടെ സംസാരം ഞാൻ കേൾക്കണു. അത് കേട്ട ഉടനെ ആദ്യമായിട്ട് ഞാൻ വിട്ടുകൊടുക്കുന്നത് എൻ്റെ പേരക്കുട്ടിക്കാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് പേര് സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് സ്വാമിജി സംസാരിച്ചത് എന്താണ് ഇതിൻ്റെ പ്രായോഗികത, പ്രസക്തി എങ്ങനെയാണ്, ഏതാണെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും. ഇത് മാത്രമേ ഉള്ളൂ ഇപ്പം ഞങ്ങൾക്ക്, വേറെ ഒന്നുമില്ല. പരമസന്തോഷം, പരമാനന്ദം. ഞാൻ പറഞ്ഞു, കേട്ടിട്ട് എനിക്കും സന്തോഷം. അവർ ഒരു ദിവസമല്ല 2 ദിവസമല്ല, ഇടയ്ക്കിടയ്ക്ക് എന്നോട് വിളിച്ച് സംസാരിക്കണതാണ്. അവരുടെ മനസ്സങ്ങനെ ആയിക്കഴിഞ്ഞു. പിന്നെ ചിലർ പറയാം, ഇപ്പം എനിക്ക് വായനയേ ഇല്ല, ഞാൻ വായനയൊക്കെ നിർത്തി. ഇപ്പോൾ ഈശ്വരൻ്റെ ആ വിചാരം പറയണത് ഇങ്ങനെ കേൾക്കുക, സ്വാമിജിയുടെ പ്രസംഗങ്ങളൊക്കെ വെച്ച് കേട്ടുകൊണ്ടിരിക്കും. അത് കേട്ട് അതിലത്തെ ശ്ലോകങ്ങളൊക്കെ എനിക്ക് സ്വായത്തമായി. കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് തന്നെ ഇത് മുഴുവനും ഇതേമാതിരി ചിന്തിച്ചെടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. സ്വാമിജി പറയണത് അങ്ങോട്ട് കേൾക്കുമ്പോഴോ കുറേ കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ആയിത്തീരുന്നു. അതുതന്നെയാണ് ഇതിൻ്റെ വിശേഷം. അതിന് നമ്മൾ ആധുനികതയെ വളരെയധികം കൃതജ്ഞതയോടുകൂടി അഭിനന്ദിക്കണം, ഇത് സാധ്യമായതുകൊണ്ട്. മിഥോഭിപദ്യേത ഗൃഹവ്രതാനാം. തമ്മിൽ സംസാരിച്ചിട്ടും ഭക്തി ഉണ്ടാവില്ല, സ്വയം ഉണ്ടാവില്ല. അദാന്തഗോഭി വ്രജതാന്തമിശ്രം. ഈ വാക്കുകളൊക്കെ സ്വർണ്ണത്തിലാസിൽ തൂക്കി എടുക്കേണ്ട വാക്കുകളാണ്, എടുത്തിട്ടുള്ളതുമാണ്. അദാന്തഗോഭി. എത്ര തിന്നിട്ടും അവർക്ക് ആ നാവിൻ്റെ പിന്നാലെ പോകുന്ന ആർത്തി ഉണ്ടല്ലോ, അത് കുറഞ്ഞിട്ടില്ല. പല്ല് കൊഴിഞ്ഞു എന്നാലും തിന്നാനുള്ള ആർത്തി പോയിട്ടില്ല. കണ്ണിന് വയ്യാണ്ടായി എന്നാലും കാണാനുള്ള ആർത്തിയുണ്ട്, കേൾക്കാനുള്ള ആർത്തിയുണ്ട്. ആരോടെങ്കിലും പോയി കുറേ കുസൃതിയും കുനിഷ്ഠം പറഞ്ഞുണ്ടാക്കി കേട്ടാലേ ഉണ്ട ചോറ് ദഹിക്കുള്ളൂ അവർക്ക്. ഇതാണ് അവരുടെ സമ്പ്രദായങ്ങൾ. അദാന്തഗോഭി വിശദാന്തമിശ്രം. അവരുടെ വിചാരം ഞങ്ങൾ കേമന്മാരാണ്, അറിവുള്ളവരെന്നാ. പക്ഷെ അവർ പ്രവേശിച്ചിരിക്കുന്നത് അന്ധകാരത്തിലാണ്, ഇരുട്ടിലാണ്. പുനഃശർവിതചർവണാനാം. എന്താ അവർ ചെയ്യണത്? ചവച്ചത് പിന്നെയും ചവയ്ക്കുക. ഏത് ദിവസമാണ് ഒരു പുതുമയുള്ളത്? ഇന്നലത്തെ ദിവസം തന്നെ ഇന്ന് തന്നെയല്ലേ നാളെയും? ഒരേ സൂര്യൻ ഉദിക്കണു, ഒരേ ചന്ദ്രൻ ഉദിക്കുന്നു, അത് രണ്ടും അസ്തമിക്കണു, ഭൂമി വട്ടം തിരിയണു. നമ്മൾ കിടക്കുന്ന മുറി അതേ കിടപ്പ് മുറിയാണ്, അതേ കിടക്ക, അതേ തലോണ, അതേ കുളിമുറി. വസ്ത്രങ്ങൾ ഒരുപക്ഷെ 4-5 ജോഡി ഉണ്ടായിരിക്കാം. അപ്പോഴും ഈ 4-5 ആവർത്തിച്ച് വരുമല്ലോ. എന്താ ഇവിടെ ഒരു പുതുമയുള്ളത്? ഒരു നവാനുഭവം എന്ന് പറയാൻ എന്താ ഉള്ളത്? ചർവിതചർവണാനാം നതേ വിദുസ്വാർത്ഥഗതിം ഹി വിഷ്ണും ദുരാശയായേ ബഹിരർത്ഥമാനിനഃ.
ഈ ലോകത്തിലെ എന്തെങ്കിലും വസ്തുക്കളെ കണ്ട് അത് വേണമെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? അതിന് നമുക്ക് ശാശ്വതമായ ഒരു ലക്ഷ്യമാവാൻ തക്ക യോഗ്യത എന്തെങ്കിലും ഒന്നുണ്ടോ ഇവിടെ? മക്കളായാലും കുട്ടികളായാലും വീടായാലും സ്വത്തായാലും കൃഷിയായാലും വാഹനങ്ങളായാലും ആന കുതിര ഒട്ടകങ്ങളായാലും എന്താ അവിടെ ഒരു പുതുമയുള്ളത്? നമ്മുടെ ജീവിതത്തിനൊരു ശാശ്വത ലക്ഷ്യമാകാൻ പറ്റിയ എന്തെങ്കിലും ഒരു സാമഗ്രിയുടെ പേര് നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുമോ? നേരെ മറിച്ചോ, സ്വാർത്ഥഗതിം ഹി വിഷ്ണു. ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് ഇതൊക്കെ പറയുക? മഹാവിഷ്ണു ശ്രീഹരി സ്വാർത്ഥഗതിയാണത്രേ. ആ സ്വാർത്ഥം എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ ശരിയായ ഒരു അർത്ഥം, ഒരു നേട്ടം ലക്ഷ്യമായിട്ടുള്ളത്, ആ സ്വാർത്ഥഗതി മഹാവിഷ്ണുവാണ്. ഭഗവാനെ ഭജിച്ചാൽ നിങ്ങൾക്കെല്ലാം കിട്ടും. ഭഗവാനെ ഭജിക്കാതെ ലോകത്തെ ഭജിച്ചാലോ കിട്ടിയതൊക്കെ നശിക്കുകയും ചെയ്യും. അപ്പം ഭഗവാൻ സ്വാർത്ഥഗതിയാണ്. ദുരാശയായേ ബഹിരർത്ഥമാനിനഃ. മഹാവിഷ്ണു ശ്രീഹരി, അദ്ദേഹത്തിൻ്റെ പ്രസാദം, പ്രസന്നത, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമ്മളിൽ എന്തെല്ലാം വിഭവം ചൊരിയും എന്നവർക്ക് അറിയില്ല. ദുരാശയ, മനസ്സിൽ മുഴുവൻ ദുഷ്ടമായിരിക്കുന്ന ആശകളാണ്. ബഹിരർത്ഥമാനിനഃ, ഇതൊക്കെ എത്ര വലിയ വാക്കുകളാണെന്നറിയോ? അവരുടെ പ്രയോജനം, അവരുടെ ലക്ഷ്യം മുഴുവനും പുറത്താ. ഈ പുറത്തെ കാണിച്ചു തരുന്നത് നമ്മുടെ ഉള്ളാണ്. ഒരു പർവ്വതം നിങ്ങൾ ഇവിടുന്ന് നോക്കി കാണുമ്പോൾ പർവ്വതം നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ചോദിക്കും. നിങ്ങൾ പർവ്വതത്തിൻ്റെ അടുത്ത് പോകുന്നുണ്ടോ? ഇല്ല. എന്നാലും കാഴ്ചയും അനുഭവവും നടക്കുന്നുണ്ടല്ലോ. ആ കാഴ്ചയും അനുഭവം എവിടെയാ എന്നൊന്ന് പറയൂ. 4 വയസ്സായ കുട്ടി പറയും എൻ്റെ ഉള്ളിലാണെന്ന്. പക്ഷേ മുതിർന്നവർ സമ്മതിക്കില്ല. ബഹിരർത്ഥമാനിനഃ, എന്ത് സാധനവും നമ്മൾ അനുഭവിക്കുന്നത് ഉള്ളിലാണ്, മനസ്സിലാണ്. അവിടെയാണ് അനുഭവങ്ങൾ മുഴുവനും. അപ്പോൾ എന്ത് അനുഭവം ഉണ്ടാക്കുന്ന മനസ്സിൻ്റെ അനുഭവങ്ങളാണ് സർവാനുഭവങ്ങളും. അപ്പോൾ ഇവിടെ ബാഹ്യപദാർത്ഥം എന്നൊന്നുണ്ടോ വാസ്തവത്തിൽ? അതോ ആന്തരപ്രതീതികളും ആന്തരപ്രതിച്ഛായകളും മാത്രമാണോ? പക്ഷേ അവരുടെ വിചാരം പുറത്താണ് നമ്മുടെ ലക്ഷ്യമെന്ന. അവരുടെ സ്ഥിതിയെ എങ്ങനെ വിവരിക്കേണ്ടു? അന്ധായഥാന്ധൈരുപനീയമാന. കുരുടന്മാരാ അവർ. കുരുടന്മാരിങ്ങനെ നടക്കും, എവിടെയോ എങ്ങനെയാ പോകണ്ടേ? അപ്പോൾ ഒരാൾ വന്ന് കൈ പിടിച്ചു വിടോ, ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുപോവാം. കയ്യിൽ കൂടി. ഈ വന്ന ആൾക്ക് കണ്ണു വെളിച്ചുണ്ടോ എന്നുള്ളത് അവർക്കറിയോ? അറിയില്ല. അപ്പോൾ ഒരു കുരുടൻ വന്നു, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ കൈ മുറുക്കി പിടിച്ചു. 2 കുരുടന്മാരും കൂടിയിട്ടാണ് നടക്കുന്നത്. മറ്റേ ഒരാളെ തപ്പിത്തരടി വീഴുള്ളൂ. ഇപ്പോൾ 2 ആളിൽ ആർക്ക് വേണമെങ്കിലും വീഴാം. അതുകൊണ്ട് കുരുടത്വം കൂടിയല്ലേ ഉള്ളൂ, കുറഞ്ഞില്ലല്ലോ. ഇതാണ് ഗൃഹസ്ഥന്മാരുടെ സ്ഥിതി. വാചീശതന്ത്യാം ഉരുദാം നിബദ്ധാ. ഇതൊക്കെ വലിയ ശാസ്ത്രഗാംഭീര്യമുള്ള പ്രസ്താവനകളാണ്. വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളിൽ പല വിധികളും പല നിഷേധങ്ങളുമുണ്ട്. ആ വേദം വിധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിലുള്ളത് മുഴുവൻ കണ്ടുപിടിച്ച് അതിൽ പറഞ്ഞ മാതിരി ചെയ്ത് ഞങ്ങൾ കേമന്മാരാന്ന് ധരിച്ചു കൂടുന്നവരാ. ഉരുദാം നിബദ്ധാ, അവരുടെ ആ കയറുകൊണ്ട് കെട്ടപ്പെട്ടവരാ. വിവേകമില്ല ആർക്കും. നൈഷാം മതിസ്താവതുരുക്രമാഘ്രിം വിശത്യനർത്ഥാപഗമോ യദർത്ഥ മഹീയസാം പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാം ന വൃണീതയാവത്. നിങ്ങൾക്കറിയാമോ കൂട്ടരെ, ഭൂമാനന്ദ സ്വാമിജിക്ക് ഈ ശ്ലോകം എത്ര ഇഷ്ടമാണെന്നറിയാമോ നിങ്ങൾക്ക്? ഈ സ്ഥിതിവിശേഷത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? പ്രഹ്ലാദൻ എന്ന് പറയുന്ന ആ കൊച്ചുകുട്ടൻ പറയുകയാണ്, നൈഷാം മതിഹി. ഈ പരിമിതവും പങ്കിലവുമായിരിക്കുന്ന ബുദ്ധിയുണ്ടല്ലോ, ഇത് അവരിൽ നിന്ന് പോയി അനർത്ഥങ്ങളെല്ലാം നീങ്ങി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. മഹീയസാം പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാം. ഗൃഹസ്ഥന്മാരൊക്കെ കയ്യിൽ എന്തെങ്കിലും ഉള്ളവരാ. ഒന്നും കയ്യിലില്ലാത്തൊരു കൂട്ടരുണ്ട് ഇവിടെ. അവരാണ് നിഷ്കിഞ്ചനന്മാർ. കിഞ്ചനന്മാർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കയ്യിലുണ്ടെന്ന് തോന്നുന്നവർ. ഇതൊന്നുമില്ല. നമ്മുടെ ശരീരം നമ്മുടെയാണോ? അതിന് ജീവിക്കണമെങ്കിൽ കാറ്റ് വേണം. കാറ്റ് നമ്മുടെയല്ല. അപ്പം കാറ്റ് തന്ന് ശരീരത്തെ നിലനിർത്തുന്നത് നമ്മളല്ല, വേറെ ആരോ ആണ്. അച്ഛനും മുത്തശ്ശനും ഒന്നുമല്ല.
അപ്പം ശരീരം പോലും നമ്മുടെ അല്ലെങ്കിൽ ഈ ശരീരം കൊണ്ട് സമ്പാദിച്ചോ നേടിയോ എടുക്കുന്ന പദാർത്ഥങ്ങൾ നമ്മുടെ ആവുമോ? ഇല്ല 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 ഇല്ല. അപ്പം പിന്നെ എന്തിനാ നിങ്ങൾ എൻ്റെ എന്ന് പറയണത്? ആ പറയുന്ന നാവ് വരെ നിങ്ങളുടെയാണോ? എന്താ അവിടെ നിങ്ങളുടെ? അപ്പോൾ ഒന്നും എൻ്റെ അല്ല. ഐ ഹാവ് നത്തിങ്, ഐ വാണ്ട് നത്തിങ്, ഐ കനോട്ട് പൊസസ് എനിത്തിങ്. ഐ ആം ഇഫ് അറ്റ് ഓൾ ഹൂസ് ഈസ് ദ വേൾഡ്, ഹിസ് അലോൺ ആം ഐ. ഞാൻ ആരുമല്ല, ഒന്നുമല്ല, എനിക്ക് ഒന്നും വേണ്ട. ഒന്നും കയ്യിൽ വെച്ചുകൊണ്ട് എൻ്റേത് എന്ന് പറഞ്ഞ് നിലനിർത്താനുള്ള ശക്തിയോ സാധ്യതയോ ഈ ലോകത്തിലില്ല. ഈ ലോകം തന്നെ എൻ്റെ അല്ലെങ്കിൽ ലോകത്തിൽപ്പെട്ട എൻ്റെ ശരീരമോ ബാക്കിയുള്ളതോ എൻ്റെ ആവോ? ആവില്ല. അതുകൊണ്ട് എൻ്റെ എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഞാൻ ഒന്നുമില്ലാത്തവനാണ്. അതാണ് എൻ്റെ യോഗ്യത ഉണ്ടെങ്കിൽ തന്നെ. ഇനി എല്ലാം എൻ്റെ ആണെന്ന് പറഞ്ഞതുകൊണ്ട് വല്ല മാറ്റവും വരുമോ? വരൂല്ല. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന മഹാത്മാക്കൾ ചിലരുണ്ട്. മഹീയസാം. അവരുടെ മനസ്സാണ് ഉദാത്തം, ഉന്നതം. അതാണ് അതിൻ്റെ അത്യുന്നത ശ്രേണിയിൽ ചിന്തിച്ച് സഞ്ചരിച്ച് വിഹരിക്കുന്ന മനസ്സാണ്. അവരുടെ പാദരജോഭിഷേകം, അവരെ ചെന്ന് നമസ്കരിച്ച് ആ പാദധൂലികളിൽ നമ്മുടെ ശിരസ് അതങ്ങനെ പെട്ടു കുളിക്കണം. നിഷ്കിഞ്ചനാനാം നവൃണീതയാവത്. നിഷ്കിഞ്ചനന്മാർ, സന്യാസിമാരോ സാധുക്കളോ ദേശസഞ്ചാരം ചെയ്ത് തൻ്റെ കുടുംബവും കുട്ടികളും അവരെയൊക്കെ ഉണ്ടെങ്കിൽ വിട്ട് അല്ലെങ്കിൽ ഇല്ലാതെ ഇരിക്കാം, അങ്ങനെ നടക്കുന്നവരുണ്ടല്ലോ. ഇപ്പോൾ ശുകമഹർഷി പരീക്ഷത്തിൻ്റെ പ്രായോപവേശ കഥ കേട്ട് തന്നെത്താനെ അവിടെ വന്നില്ലേ. നൂല് ബന്ധമില്ലാത്ത 16 വയസ്സായ ഒരു കുട്ടി അവിടെ വന്ന് ഒരൊറ്റ ഇരിപ്പാണ്. പരീക്ഷത്തിനോട് അങ്ങ് പാടിത്തുടങ്ങി. ആ പാട്ട് 6.5 ദിവസം തുടർച്ചയായിട്ട് നിന്നു. അങ്ങനെയുള്ള കൂട്ടർ നിഷ്കിഞ്ചനാനാം നവൃണീതയാവത്. അച്ഛനും മകനും കൂടി നടക്കുന്ന സംവാദമാണ് നമ്മൾ വിവരിക്കുന്നത്. ഇത് ശ്രീമദ് ഭാഗവതമാണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. നമുക്കിവിടെ രാക്ഷസ വിവരണമല്ല പ്രധാനം. എന്നാൽ അതില്ലെങ്കിൽ പറ്റുമോ? പറ്റില്ല. ഇങ്ങനെയുള്ള ഒരു അസുര ചക്രവർത്തി, അദ്ദേഹത്തിന് പുത്രനായി ജനിച്ച ഒരു കുട്ടി, എന്നിട്ടും ഈ പ്രതികൂല പരിസ്ഥിതിയിലും ആ കുട്ടി എത്ര ഇരുത്തത്തോടുകൂടി, എത്ര മര്യാദയോടുകൂടി, എന്നാൽ സത്യസന്ധമായി അച്ഛനെ വിസ്മയിപ്പിക്കുന്ന തരത്തിലാണ് കുട്ടിയുടെ സംസാരം. നല്ലതുണ്ടല്ലോ അതെവിടെ മുളച്ചാലും വാടാതെ വാഴും. പൊല്ലാത്തതോ എത്ര സൂക്ഷിച്ചു വെച്ചാലും കൊഴിഞ്ഞങ്ങോട്ട് പോകും. ഇത് ലോകത്തിൻ്റെ നിയമമാണ്. നാം ജീവിക്കുന്ന ലോകത്തിലെ നിയമമാണിത്. പല വിധത്തിലുള്ള നിയമങ്ങളുണ്ടല്ലോ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, പല ഫോർമുലയുണ്ടല്ലോ. അതേപോലെ ഇത് നമ്മുടെ മനസ്സിനെയും ജീവനെയും സംബന്ധിച്ച നിയമങ്ങളും വ്യവസ്ഥകളുമാണ്. ഇത് കേട്ടപ്പോൾ സഹിച്ചില്ല ആർക്ക്? അച്ഛന്. ആ അസുര ചക്രവർത്തി പറയാണ്, പരോത്യപത്യം ഹിതകൃത്യഥൗഷധം സ്വദേഹജോപ്യാമയവത്സുതോ അഹിതഃ ഛിന്ദ്യാത്തദംഗം യദുദാത്മനോ അഹിതം ശേഷം സുഖം ജീവതി യദ്വിവർജനാത്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളൊന്ന് ഭാഗവതം എടുത്ത് വായിക്കോ കൂട്ടരെ. ഈ ശ്ലോകമൊക്കെ വായിക്കുമ്പോഴേ ഭഗവാനെ വർണ്ണിക്കുമ്പോൾ എത്ര സുഖവും സന്തോഷവും ആനന്ദവും ഉണ്ടോ, അതേമാതിരിയുള്ള ആനന്ദം ഈ ശ്ലോകങ്ങൾക്കും നമുക്ക് രചിക്കാൻ സാധിക്കും. ശ്ലോകം എന്ന വാക്കിന് അർത്ഥം തന്നെ ശോകം ഉന്മൂലനം ചെയ്യുന്നത് എന്നാണ്. പരോത്യപത്യം ഹിതകൃത്യഥൗഷധം. അന്യൻ്റെ ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചോളൂ. നമുക്ക് ഹിതം ചെയ്യുന്നവനാണെങ്കിൽ എങ്ങോ കിടക്കുന്ന കയ്പും വിഷാംശവും കൂടിയുള്ള മരുന്ന് നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ടല്ലോ രോഗം മാറാൻ. അതേമാതിരി കൊണ്ടുവന്ന് പാർപ്പിക്കണം. നേരെ മറിച്ച് സ്വദേഹജോപ്യാമയവത്സുതോ അഹിത. തനിക്ക് ജനിച്ച കുട്ടിയായാലും, നോക്കൂ ഹിരണ്യകശിപുവിൻ്റെ യുക്തി, തനിക്ക് ജനിച്ച കുട്ടിയായാലും സൂക്കേട് വന്നാൽ നമ്മൾ എന്തു ചെയ്യും? ആ സൂക്കേട് വന്ന ഭാഗം തുറന്ന് കളയണമെങ്കിൽ അങ്ങോട്ട് തുറന്ന് കളയില്ലേ? അയ്യോ എൻ്റെ കൈയാണ് കാലാണെന്ന് പറഞ്ഞിരിക്കാറുണ്ടല്ലോ. അതേപോലെ സ്വദേഹജോപ്യാമയവത്സുതോ അഹിത.
നമുക്ക് അഹിതം വിചാരിക്കുന്ന കുട്ടിയാണെങ്കിൽ അവനെ പാർപ്പിക്കരുത്. ചിന്യാത്തദംഗം യദുദാത്മനോഹിതം. ഈ അംഗമുണ്ടല്ലോ, ഈ ഒരു കുട്ടി, അവനെ അവനെ മുറിച്ചങ്ങോട്ട് നീക്കാൻ. യദുദാത്മനോഹി അഹിതം ശേഷം സുഖം ജീവതി യദ്വിവർജനാത്. ഇവനെ മുറിച്ചങ്ങോട്ട് നീക്കിയാൽ ഈ രാജധാനിയിലും എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായി. ഇവനവിടെ ഇരിക്കുന്നിടത്തോളം കാലം വിഷപ്പാമ്പ് പോലെയുള്ളവനാണ്. ഇവനെ നിർത്തിക്കൂടാന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു മനുഷ്യൻ്റെ സ്വാർത്ഥം എവിടം വരെയാകാം? ആ സ്വാർത്ഥത്തിൽ വരുന്ന അന്ധത എത്ര കണ്ട് കഠിനമാകാം? ഒരു പുത്രനെ നോക്കി ആ പുത്രൻ്റെ ജന്മത്തിന് കാരണമായ പിതാവ് പറയുന്നതാണ്. ഇങ്ങനെയുള്ള പുത്രൻ എന്താ ഇങ്ങനെ പറയണേന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും ഒരു സൗമ്യമായി വിനയത്തോടു കൂടി ആലോചിച്ചൂടെ? യേശുനില്ല അസുരൻ്റെ മനസ്സിൽ. എന്നിട്ട് വേണ്ടപ്പെട്ടവരെ വിളിച്ച് പറയുകയാണ്, സർവൈരുപായൈർഹന്തവ്യ സംഭോജ ശയനാസനൈ സുഹൃത് ലിംഗധരശത്രു മുനേർദുഷ്ടമിവേന്ദ്രിയം. സർവൈരുപായൈർഹന്തവ്യ, എല്ലാ ഉപായങ്ങളും ഉപയോഗിച്ച് ഇവൻ കൊല്ലുന്നെ വേണം. സംഭോജ ശയനാസനൈ, ഭക്ഷണം കൊടുക്കുന്നത്, ഭക്ഷണത്തിൽ വിഷട്ട് കൊടുത്തോളൂ, കൂടെ കിടന്നോളൂ, അവൻ ഉറങ്ങുന്ന സമയത്ത് എണീറ്റ് കഴുത്ത് മുറിച്ചോളൂ. ആസനൈഹി, ഒന്നിച്ചിരുന്നോളൂ, കടവയറ്റിൽ കത്തി കയറ്റിക്കോളൂ, ഒരു വിരോധവും ഇല്ല. സുഹൃത് ലിംഗധര ശത്രു, എൻ്റെ മകനാണെന്ന് പറഞ്ഞ് അച്ഛ എന്ന് വിളിച്ചിട്ടാണ് അവൻ സംസാരിക്കുന്നത്. വാസ്തവത്തിൽ അവനൊരു ശത്രുവാണ്. മുനേർ ദുഷ്ടമിവേന്ദ്രിയം. ഒരു തപസ്വിക്ക്, ഒരു മുനിക്ക് അടങ്ങാത്ത ഇന്ദ്രിയങ്ങൾ എങ്ങനെയോ, ആ ഉദാഹരണം ഹിരണ്യകശിപു ഉപയോഗിക്കുന്നത് നോക്കൂ. അതുപോലെയാണ് ഇവൻ. ഇതങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും ചെമ്പൻ താടിയും മുടിയുമായിട്ടുള്ള രാക്ഷസന്മാരെല്ലാവരും അലറി കൂക്കി അവിടെ വന്നു. അവനെ വെട്ടിമുറയ്ക്ക്, തുളച്ചെടുത്ത് പൊന്തിച്ച് വട്ടം ചുറ്റ്, പ്രഹ്ലാദൻ്റെ മർമ്മങ്ങളിലെല്ലാം ശൂലം കയറ്റ്. ഇങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞെല്ലാം വന്നു. അവരെല്ലാവരും പരമാവധി പരിശ്രമിച്ചത് മുഴുവനും നിഷ്ഫലമായി. എന്താ ആ കുട്ടിയുടെ ബലം? ഗോവിന്ദ പരിരംഭിത. സാക്ഷാത് ശ്രീഹരി ഗോവിന്ദനുണ്ടല്ലോ, ആ ഗോവിന്ദൻ അകത്തിരുന്ന് ഈ കുട്ടിയെ ആലിംഗനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിൽ എന്താ ഏഷ്യ? ഒക്കെ നിഷ്ഫലമായി. അത് കണ്ടപ്പോൾ ഹിരണ്യകശിപുവിന് പരിഭ്രമമായി. അയ്യോ, ഞാൻ ഈ ദുഷ്ടനെ കൊന്നുകളയാം, എളുപ്പത്തിൽ എൻ്റെ ഭൃത്യന്മാരെല്ലാവരും കൂടി കൊല്ലുന്നു വിചാരിച്ചു. ഇവൻ ചാവണ്ട മട്ടില്ലല്ലോ. ആനയെ കൊണ്ട് ചവിട്ടിച്ചു, സർപ്പത്തെ കൊണ്ട് കടിപ്പിച്ചു, മാട്ടും മാരണവും പ്രയോഗിച്ചു, പർവ്വതത്തിൽ കൊണ്ടുപോയി ഉരുട്ടി, വിഷം കൊടുത്തു നോക്കി, പട്ടിണിയിട്ടു, വെയിലത്ത് കിടത്തി, കല്ല് കെട്ടി വെള്ളത്തിൽ താഴ്ത്തി. ആ നിഷ്പാപനായ കുട്ടിയെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഈ കടുങ്കൈകൾക്കെല്ലാം വിധേയനാക്കി. ഇത്രയും ആയിട്ടും അവൻ്റെ ഒരു തൊങ്ങ് ചൂളുന്നില്ല എന്ന് കണ്ടപ്പോൾ, കണ്ടോ നിങ്ങൾ? ഇതാണ് ദുഷ്ടന്മാരുടെ ദുഷ്ടത്തിനെ അങ്ങോട്ട് കാറ്റ് തീനെ എന്ന പോലെ ഊതിക്കൊടുക്കുമത്രേ ഭഗവാൻ. അത് കഴിഞ്ഞ് മീതമീതെ അവരങ്ങോട്ട് ചെന്ന് സ്വയം സഹിക്കുവയ്യാതെ ആവുന്ന ഒരു നിലയുണ്ട്. കംസന് തൊട്ടയിടത്തും കണ്ടയിടത്തും മുഴുവൻ കൃഷ്ണനായി. ആ ശത്രുത മൂത്ത് കൃഷ്ണൻ എല്ലാ ദിക്കിലും, എപ്പം നോക്കിയാലും പേടി. അങ്ങനെ ഒരു നില എത്തിച്ചേർന്നതിന് ശേഷം ഹിരണ്യകശിപുവിന് ഭയം തോന്നി. ഞാനും എൻ്റെ ഭൃത്യന്മാരും പല തന്ത്രങ്ങളും പ്രയോഗിച്ചു ഇവനെ കൊല്ലാൻ. പക്ഷേ ഒറ്റ തന്ത്രം അവനിൽ സ്വല്പം പോലും ഏശിയില്ല. ഇവൻ ചാവേണ്ട മട്ടില്ല, ഇവനെ കൊല്ലാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് മരണം ഇവൻ്റെ കയ്യിലാവുന്ന എനിക്ക് തോന്നണത്. നോക്കൂ നിങ്ങൾ, ഹിരണ്യകശിപുവിൻ്റെ ആ മനസ്സിൽ വരുന്ന സത്യധ്വനി നോക്കൂ. ഇത്രയും ആയപ്പോൾ ചണ്ടാമർക്കന്മാർക്ക് സഹിച്ചില്ല. എന്തായാലും അവരുടെ യജമാനാണല്ലോ, മഹാചക്രവർത്തിയാണല്ലോ. അവരടുത്ത് വന്ന് പറഞ്ഞു, മഹാപ്രഭോ, അങ്ങിങ്ങനെ തളരാൻ പാടില്ലേ. എന്താ ഈ പറയണത്? അങ്ങ് ചക്രവർത്തിയാണ്,
ദിക്പാലന്മാർ വരെ അങ്ങയുടെ ശബ്ദം കേട്ടാൽ ചൂളും. എല്ലാറ്റിനെയും അടക്കാൻ പ്രാപ്തിയുള്ള ആളാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങിങ്ങനെ തളർന്ന് വശാവരുത്, തളർന്നു പോകരുത്. ഈ കുട്ടി എന്തു പറഞ്ഞാലും കുട്ടിയാണ്, അവന് ബുദ്ധി ഉറച്ചിട്ടില്ല. പല കുട്ടികളും ബുദ്ധി ഉറയ്ക്കുന്നതിന് മുൻപ് പല വീരവാദങ്ങളും മുഴക്കും, പലതും പറയും. അതൊക്കെ നമ്മൾ അക്ഷരം പ്രതി എടുക്കാൻ പാടില്ല. എന്തായാലും ഞങ്ങളുടെ ആചാര്യൻ ശുക്രദേവൻ വരുന്നവരെ ഇവനെ പിടിച്ച് ബന്ധിച്ച് നിർത്തുക, സമാധാനിക്കൂ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചൊരു സമാധാനം കിട്ടിയപ്പോൾ ഹിരണ്യകശിപു അവരോട് പറയുകയാണ്, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, നമ്മുടെ കയ്യിലുള്ളത് പഠിപ്പിക്കുകയാണല്ലോ, അവനെ വെറുതെ നിർത്താൻ പറ്റില്ല, അവൻ്റെ ബുദ്ധി വളരണം. നിങ്ങൾ പറയുന്ന മാതിരി വളർച്ച പോരാന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യൂ, നമ്മുടെ ശാസ്ത്രത്തിൽ ചതുർവിധ പുരുഷാർത്ഥമുണ്ടല്ലോ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ആ മോക്ഷത്തിൽ മോക്ഷം വിട്ടുകളയുക, എന്നിട്ട് ധർമ്മവും അർത്ഥവും കാമവും അവനെ പഠിപ്പിക്കുക. അപ്പോൾ അവനിത്തിരി സന്തോഷമാവും, ശാസ്ത്രത്തിലുള്ളതാണല്ലോ എന്ന് പറഞ്ഞ്. മോക്ഷം പഠിപ്പിക്കരുത്, മോക്ഷത്തിന് കാരണമായ ഭക്തിയും പഠിപ്പിക്കരുത്. ധർമ്മം, അർത്ഥം, കാമം, ആ 3 പുരുഷാർത്ഥം പഠിപ്പിക്കൂ എന്നായി. ആചാര്യന്മാർ കൂട്ടിക്കൊണ്ടുപോയി പഠിപ്പിക്കും. എപ്പോഴും അവിടെ ഇരിക്കില്ലല്ലോ, വീട്ടാവശ്യത്തിനൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പ്രഹ്ലാദിന് കുറച്ച് സമയം കിട്ടി. സമയം കിട്ടിയിട്ട് സതീർത്ഥ്യരെ സഹപാഠികളൊക്കെ വിളിക്കും, വരേൻ വരേൻ, എൻ്റെ മുമ്പിലിവിടെ വന്നിരിക്കും. നിങ്ങൾക്കൊരു കാര്യമറിയാമോ, ഈ ആചാര്യന്മാർ നമ്മളെ പട്ടാപ്പകൽ കബളിപ്പിക്കുകയാണ് അവർ ശരിക്കും എന്ത് പഠിപ്പിക്കണോ അത് പഠിപ്പിക്കണില്ല, പൊല്ലാത്തത് എന്തുണ്ടോ അത് മുഴുവനും പറഞ്ഞു തരുന്നു. ഈ കളവിലും ചതിയിലും നിങ്ങൾ ആരും പെട്ടുപോകരുത്. എനിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവണില്ല, അതുകൊണ്ട് ഇവിടെ വന്നിരിക്കും, ഞാൻ പറയാം കേൾക്കൂ. വലിയൊരു റിംഗ് ലീഡറായി എല്ലാവരും നത്തുപോലെ കാതും കൂർപ്പിച്ച് കേട്ടിരുന്നു. പ്രഹ്ലാദൻ അവരോട് സംസാരിക്കുക. ശ്രീമദ് ഭാഗവതത്തിൽ ഏറ്റവും മധ്യത്തിലുള്ളതാണ് 7ാമത്തെ സ്കന്ധം. ആ 7ാമത്തെ സ്കന്ധത്തിൽ ഈ അധ്യായമുണ്ടല്ലോ ഏറ്റവും വിശേഷപ്പെട്ടതാണ്. 6ാം അധ്യായം. അതിൽ സഹപാഠികളോട് പറഞ്ഞു ധരിപ്പിക്കുകയാണ് ആ കുട്ടി. ഇത് എന്നോ എവിടെയോ നടന്നത് നമ്മുടെ തപസ്വി എഴുതി വച്ചു. ആ എഴുതി വച്ച പുസ്തകം ശാശ്വത സാഹിത്യമായി നമ്മുടെ മുൻപിലുണ്ട്. ഇന്നും നമ്മുടെ പാഠശാലകളിൽ, വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാൻ തക്ക നിർദ്ദേശം നൽകിക്കൊണ്ട് നിലനിൽക്കുന്നതാണ് ഈ സാഹിത്യം മുഴുവനും. എന്താ സഹപാഠികളോട് കുട്ടി സംസാരിച്ചെന്നറിയോ? കൗമാര ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവമർത്ഥതം സുഖമൈന്ദ്രിയകം ദൈത്യ ദേഹയോഗേന ദേഹിനാം സർവത്ര ലഭ്യതേ ദൈവാത് യഥാ ദുഃഖം അയത്നതഃ. ഇതിൽ 4 ശ്ലോകമെങ്കിലും നിങ്ങൾ പഠിക്കണം. കൗമാര ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ. ഭാഗവത ധർമ്മങ്ങളുണ്ടല്ലോ, മനുഷ്യജീവിതത്തിൽ സൗഭാഗ്യം ചൊരിയുന്നത്, സാഫല്യമണയ്ക്കുന്നത്, മനുഷ്യന് പൂർണ്ണത നൽകുന്നത്, ഈ ലോകത്തിൽ ശരീരം വീണ് പോകുന്നതിന് മുൻപ് തന്നെ ആപ്തകാമനാക്കി അഭിഷേകം ചെയ്യുന്ന ഭാഗവത ധർമ്മങ്ങളുണ്ടല്ലോ, അത് കൗമാര ആചരേത് പ്രാജ്ഞോ. അറിവുള്ളവൻ, വിവേകമുള്ളവൻ എന്തു വേണം? കൗമാരത്തിൽ തന്നെ, കുമാരകാലത്ത് തന്നെ അത് ആചരിക്കാൻ തുടങ്ങണം. ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ. ഈ ഭൂമുഖത്ത് എത്ര ജീവജാലങ്ങളുണ്ട്, എണ്ണിയാൽ ഒടുങ്ങില്ല. എത്ര മനുഷ്യരുണ്ട്, വളരെ കുറക്ക്. ആ മനുഷ്യജന്മം കിട്ടാൻ വളരെ എളുപ്പമല്ല, കഷ്ടപ്പെട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്, വളരെ ദുർലഭമാണ്. തദപ്യധ്രുവമർത്ഥതം. മറ്റെല്ലാ ജീവജാലങ്ങളെപ്പോലെ മനുഷ്യജീവനും നശ്വരം തന്നെയാണ്. പക്ഷേ ഒരു വിശേഷം, നശിക്കുന്നതിന് മുൻപ് അർത്ഥതം, നമ്മുടെ പുരുഷാർത്ഥം എന്തോ അത് നേടിയെടുക്കാൻ ഈ മനുഷ്യന് സാധിക്കും. അവന് ആലോചിക്കാൻ ബുദ്ധിയുണ്ട്, വൈകാരികമായ ശക്തിയുണ്ട്, സംസാരിക്കാനും ആശയവിനിമയം ചെയ്യാനും സാധിക്കും. തനിക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചെന്ന് ചോദിച്ച് അവർ പറയുമ്പോൾ കേട്ട് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ കണ്ടും കേട്ടും പഠിച്ചും പഠിപ്പിച്ചും ആലോചിച്ചും അനുഭവം കൊണ്ടും പല വിധത്തിലും കാര്യങ്ങൾ മനസ്സിലാക്കി തൻ്റെ ലക്ഷ്യം നേടാനുള്ളൊരു സാധ്യത മനുഷ്യജന്മത്തിലുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ മുതിർന്ന് നമ്മുടെ മനസ്സും ബുദ്ധിയുമൊക്കെ കെട്ടുപോകുന്നതിന് മുൻപ് ചെറുപ്പത്തിൽ തന്നെ
അടിസ്ഥാനപരമായി നമ്മൾ ഭാഗവത ധർമ്മങ്ങൾ പഠിക്കണം. സുഖമൈന്ദ്രിയകം ദൈത്യ ദേഹയോഗേന ദേഹിനാം. ദൈത്യന്മാരെ കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ത്വക്ക് എന്ന് പറയുന്ന 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ. ഈ 5 ഇന്ദ്രിയങ്ങളാണ് ലോകത്തെ നാക്കി നമ്മളെ ധരിപ്പിക്കുന്നത്. അതിൽ കിട്ടുന്ന സുഖങ്ങളെ നമുക്ക് സുഖമായിട്ടുള്ളൂ. 6ാമത്തെ ഒരു ഇന്ദ്രിയം നമുക്കില്ല. കണ്ടിട്ടും കേട്ടിട്ടും രുചിച്ചിട്ടും മണത്തിട്ടും തൊട്ടിട്ടും കിട്ടുന്ന സുഖമേ നമുക്കുള്ളൂ. ഈ ഐന്ദ്രിയ സുഖമുണ്ടല്ലോ ദൈത്യന്മാരെ, ദേഹയോഗേന ദേഹിനാം. ഇത് ദേഹത്തോടു കൂടി ബന്ധപ്പെട്ട് ജനിച്ചപ്പോൾ നമുക്കത് ജന്മാവകാശമായി. അതിനുവേണ്ടി പരിശ്രമിക്കുകയേ വേണ്ട, അത് തന്നെത്താനെ കിട്ടിക്കോളും. സർവത്ര ലഭ്യതേ ദൈവാത്. ദൈവമാണല്ലോ ഈ സൃഷ്ടിയുടെ പിന്നിൽ. ആ സൃഷ്ടിക്രമത്തിന് വിധേയമായി നമുക്ക് ഐന്ദ്രിയ സുഖം തന്നെത്താനെ വരും, നിങ്ങൾ പരിശ്രമിച്ചാലും പരിശ്രമിച്ചില്ലെങ്കിലും. യഥാ ദുഃഖമയത്നത. ഈ ഒരൊറ്റ വരിയുണ്ടല്ലോ. ദുഃഖത്തിന് വേണ്ടി ആരെങ്കിലും പ്രയത്നം ചെയ്യാറുണ്ടോ? ഇല്ല. വേണ്ടാന്നല്ലേ നിങ്ങളുടെ വിചാരം, അരുതെന്നല്ലേ വിചാരം? അതെ. എന്നാലും ദുഃഖമുണ്ടാവുന്നുണ്ടോ? ഉവ്വ്. അപ്പോൾ ദുഃഖമുണ്ടാവണമെങ്കിൽ അതിൻ്റെ മുന്നോടിയും പിന്നോടിയുമായ സുഖമുണ്ടാവണ്ടേ? അപ്പോൾ സുഖത്തിനു വേണ്ടി പരിശ്രമിക്കേണ്ട ആവശ്യമുണ്ടോ? തത് പ്രയാസോ ന കർത്തവ്യോ യഥാ ആയുർവ്യയഃപരം ന തഥാ വിന്ദതേ ക്ഷേമം മുകുന്ദചരണാംബുജം. തത് പ്രയാസോ ന കർത്തവ്യോ. അപ്പോൾ സുഖത്തിന് വേണ്ടിയോ ദുഃഖത്തിന് വേണ്ടിയോ സ്വല്പമെങ്കിലും ബുദ്ധിമുട്ടരുതപ്പ. നിങ്ങളിതൊന്ന് കേട്ട് മനസ്സിലാക്കോ. 5 ഇന്ദ്രിയങ്ങളാണ് ശരീരത്തിൽ. ഈ ഇന്ദ്രിയങ്ങൾ ഉള്ളിടത്തോളം കാലം ലോകവസ്തുക്കളുമായുള്ള സമ്പർക്കം നടക്കും. ആ സമ്പർക്കം നടന്നാൽ അനിവാര്യമായി വരുന്നതാണ് സുഖദുഃഖം. അപ്പോൾ ആ സുഖദുഃഖങ്ങൾക്ക് വേണ്ടി പിന്നെ നിങ്ങൾ പ്രയത്നിക്കണമെന്നാണ് ചോദിക്കുന്നത് ഭാഗവതം. വേണ്ടാന്നാണ് മറുപടി. സുഖത്തിനും ദുഃഖത്തിനും വേണ്ടി പ്രയത്നിക്കണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടി പ്രയത്നിക്കും? ആലോചിച്ച് നോക്കൂ. യഥാ ആയുർവ്യയഃപരം. സുഖത്തിനോ ദുഃഖത്തിനോ വേണ്ടി, ദുഃഖം നീക്കാനും സുഖം കൂട്ടാനും വേണ്ടി പരിശ്രമിക്കുന്ന പക്ഷം അത് ആയുർവ്യയ, നമ്മുടെ ആയുസ്സിനെ തന്നെ വെറുതെ ചെലവാക്കുന്നതാണ്. ന തഥാ വിന്ദതേ ക്ഷേമം മുകുന്ദചരണാംബുജം. അതുകൊണ്ട് മുകുന്ദൻ്റെ ചരണാംബുജത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ക്ഷേമമുണ്ടല്ലോ, അത് ഈ സുഖദുഃഖങ്ങൾക്ക് വേണ്ടി അവയെ ചൊല്ലി പ്രയത്നിച്ചാൽ കിട്ടില്ല. നഹ്യച്യുതം പ്രീണയതോ ബഹ്വായാസോ അസുരാത്മജാഃ ആത്മത്വാത് സർവഭൂതാനാം സിദ്ധത്വാദിഹ സർവതഃ. നോക്കൂ, ഇത് ശാസ്ത്രമാണ്, പാരമഹംസ്യ സംഹിതയാണ്. എന്ത് പറയുമ്പോഴും അതിൻ്റെ താത്വികമായിരിക്കുന്ന അടിത്തറയിൽ ഒട്ടിച്ചു നിന്നേ പറയുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ വലിയ വലിയ ശാസ്ത്രവാക്യങ്ങളുണ്ട്. നഹ്യച്യുതം പ്രീണയതോ. ച്യുതിയില്ലാത്തവൻ അച്യുതൻ. ഒരു കാലത്തും വീഴ്ചയോ നാശമോ കുറവോ കോട്ടമോ ബാധയോ ഇല്ലാത്തവനാണ് അച്യുതൻ. അങ്ങ് അച്യുതനെ തൃപ്തിപ്പെടുത്താൻ ന ബഹ്വായാസോ അസുരാത്മജാഹ. ഇതാണ് ഈ ഭാഗവതം വായിക്കണം, മനസ്സിലാക്കണം എന്ന് പറയുന്നത്. നിങ്ങളുടെയൊക്കെ വിചാരം എന്താ? ഈശ്വരനെ പ്രസാദിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ധ്രുവൻ പോയപ്പോൾ നാരദ മഹർഷി ആദ്യം പറഞ്ഞത് ആ പഴയ ചരക്കാണ്. ധ്രുവൻ ആ ചരക്കിൽ വീണില്ല. അപ്പോഴാണ് മന്ത്രം ഉപദേശിച്ച് പറഞ്ഞയച്ചത്. എത്ര മാസം പിടിച്ചു ധ്രുവന്? 6 മാസം. അപ്പോൾ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് കവിഞ്ഞത് എത്ര വേണപ്പാ? 6 മാസം മതി. എല്ലാവരും നിങ്ങളോട് പറയണതോ സാധ്യമല്ല സാധ്യമല്ല. അതുകൊണ്ട് നായ്ക്കളെയും പട്ടികളെയും പോലെ ഈ ലോകവസ്തുക്കൾ തിന്ന് 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 പൂളക്കായ പോലെ ആയിക്കോളൂ, ഇതല്ലേ എല്ലാവരും പറയണത്. ഇവിടെ കുട്ടി പറയണത് നോക്കൂ. നഹ്യച്യുതം പ്രീണയതോ ബഹ്വായാസോ അസുരാത്മജാഹ. അസുരപുത്രന്മാരെ, അച്യുതനെ പ്രീണിപ്പെടുത്താൻ ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല, വലിയ കഷ്ടപ്പാടൊന്നുമില്ല. എന്താ കാരണം? കാരണം പറയണു. ആത്മത്വാത് സർവഭൂതാനാം. ഇതൊന്ന് ഏറ്റു ചൊല്ലൂ നിങ്ങൾ. ആത്മത്വാത് സർവഭൂതാനാം. നഹ്യച്യുതം പ്രീണയതോ ബഹ്വായാസോ അസുരാത്മജാഃ ആത്മത്വാത് സർവഭൂതാനാം സിദ്ധത്വാദിഹ സർവതഃ. ഈശ്വരനെ തൃപ്തിപ്പെടുത്താൻ ഒരു വിഷമവും ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയുന്നു. എന്താ കാരണം? നിങ്ങൾ ആലോചിക്കുന്നു. ഇതാണല്ലോ ശ്രീമദ് ഭാഗവതം ഉദ്ബോധിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞത്. ആത്മത്വാത് സർവഭൂതാനാം. എല്ലാവരും ഏറ്റു ചൊല്ലേൻ. ആത്മത്വാത് സർവഭൂതാനാം. ആത്മത്വാത് സർവഭൂതാനാം.
ആത്മത്വാത് സർവഭൂതാനാം സിദ്ധത്വാദിഹ സർവതഃ. സിദ്ധാദിഹ സർവതഃ. ആത്മത്വാത് സർവഭൂതാനാം. ഈ ഈശ്വരൻ ഈശ്വരൻ ഭഗവാൻ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ആ പറയുന്ന ഭഗവാൻ എവിടെയാ? ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയുമ്പോൾ അടുത്തുണ്ട് അടുത്തുണ്ട് എന്നാണ് അർത്ഥം. പ്രഹ്ലാദൻ പറയാണ് ആത്മത്വാത് സർവഭൂതാനാം. ജീവനുള്ള എല്ലാറ്റിൻ്റെയും ഉള്ളിൽ ആ ജീവനായി ആത്മസത്തയായി. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ന വാക്കുകൊണ്ട് നാം എന്തിനെ സൂചിപ്പിക്കുന്നുവോ അതാണ് ഭഗവാൻ, അതാണ് ആത്മാ. അപ്പം ആത്മരൂപത്തിൽ നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. സർവഭൂതാനാം സിദ്ധത്വാത്. ഈ ഈശ്വരനെ ഉണ്ടാക്കി നമ്മൾ ഉപാസിക്കുകയൊന്നും വേണ്ട, സൃഷ്ടിച്ച് ഉപാസിക്കണ്ട. ഇപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ നിലവിലുണ്ട്. അപ്പോൾ ആത്മരൂപത്തിൽ എല്ലാവരുടെയും ഉള്ളിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഈ ഈശ്വരനെ ഭജിക്കാൻ എന്താ ബുദ്ധിമുട്ട് കൂട്ടരെ? നിങ്ങളൊന്ന് പറയൂ. 7 വയസ്സായ കുട്ടി സഹപാഠികളോട് ചോദിക്കുന്നതാണ്. എന്നിട്ട് എങ്ങനെയാണ് ഭക്തി ഉണ്ടാവുക എന്ന് പറയുന്നു. ഇവിടെ ഒരു 3-4 ശ്ലോകമുള്ളത് ആ ശ്രീമദ് ഭാഗവതത്തിലെ കട്ടിയായിട്ടുള്ള അമൃതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി യഥാതിഹർഷോത്പുളകാശ്രുഗദ്ഗതം പ്രോത്കണ്ഠ ഉദ്ഗായതി രൗതി നൃത്യതി. ഈ ഭക്തി എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പ്രയോഗമാണ്. നമുക്ക് ഓരോ പ്രവൃത്തി ചെയ്യാനായിട്ട് ഓരോ മെഷീനുണ്ട്. ഒരു ഡ്രില്ലിംഗ് മെഷീൻ എടുത്തോളൂ. ആ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ടുവന്ന് ഇരുമ്പിലായാലും മരത്തിലായാലും വെച്ച് അത് ഓപ്പറേറ്റ് ചെയ്തിങ്ങനെ പിടിച്ചാൽ കിരിക്കിരിന്നതിനകത്തേക്ക് പോയി അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊടിയും ചുരുളും പുറത്തു വരുന്നത് കാണാം. അത് ആ ഡ്രില്ലിംഗ് മെഷീൻ്റെ പ്രയോഗമാണ്. അതുമാതിരി ഈ ഭക്തിയും ഒരു തരത്തിലുള്ള മെഷീനാണ്. അതെങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കുക? നമ്മുടെ നാവ് കൊണ്ടും ഒരു ഭാഗത്ത് കണ്ണുകൊണ്ടുമൊക്കെ. അവസാനം മനസ്സിലാണത് ശ്രദ്ധ വരേണ്ടത്. ആ മനസ്സിൽ നമ്മളിങ്ങനെ ഭക്തി പ്രയോഗിച്ചു തുടങ്ങിയാൽ ആ പ്രയോഗത്തിൻ്റെ ഫലം നമുക്ക് കയ്യോടെ കാണാം. അതാണ് പ്രഹ്ലാദൻ ഇവിടെ പറയണത്. നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി. ശ്രീമദ് ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഭഗവാൻ അവതരിച്ചു, സാക്ഷാത്കരിച്ചു. ആ സാക്ഷാത്കരിച്ചതിന് ശേഷം കൃഷ്ണനായി വളർന്നു. ജനിച്ചത് മധുരയിൽ, കയ്യോടെ കൊണ്ടുപോയി കിടത്തിയത് അമ്പാടിയിൽ വൃന്ദാവനത്തിൽ. അവിടെ പശുക്കളുടെ വാലും പിടിച്ച് കുളമ്പിൻ്റെ പൊടിയും തട്ടി അങ്ങനെയാണ് കുട്ടി വളർന്നത്. എന്തൊക്കെയാണ് കൃഷ്ണൻ കാണിച്ചു കൂട്ടിയത് എന്ന് ആലോചിക്കൂ. ശ്രീമദ് ഭാഗവതത്തിലെ 10-ാം സ്കന്ധത്തിൽ മുഴുവനും കൃഷ്ണൻ്റെ ജന്മവും വളർച്ചയും ആ ലീലകളും വിനോദങ്ങളും പരാക്രമങ്ങളും സാഹസങ്ങളും എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും അവിടെയുണ്ട്. അങ്ങനെ നമുക്ക് പറ്റിയതൊക്കെ എന്തായാലും അത് കേട്ട് നിശമ്യ കർമാണി, ആ വിശേഷപ്പെട്ട പ്രവർത്തനങ്ങൾ മുഴുവനും കേട്ട് ഗുണാനതുല്യാൻ, പല വിധത്തിലുള്ള ഗുണഗണങ്ങളാണ് ഭഗവാന്. നിസ്തുലങ്ങളാണ് എല്ലാ ഗുണങ്ങളും. വീര്യാണി ലീലാതനുഭികൃതാനി, ഒരു വിഹാര രൂപത്തിൽ ഒരു ശരീരമെടുത്ത് ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എന്തെല്ലാം വീര്യപരാക്രമങ്ങളൊക്കെ ചെയ്തുവോ ആ ചെയ്തതൊക്കെ നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് വീട്ടിലൊരു പേരക്കുട്ടി ഉണ്ടായി. ആ പേരക്കുട്ടിയുടെ ഒരു ചരിത്രം എഴുതിയാൽ എത്ര ആൾ വായിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്താ ആ കുട്ടിക്ക് നമുക്ക് പറയാനുള്ളത്? ഇപ്പം സാധാരണ പോലെ വളർന്നു, മുല കുടിച്ചു വളർന്നു, കുറേയൊക്കെ കാണിച്ചു, ഇത്രയല്ലേ ഉള്ളൂ. ശ്രീമദ് ഭാഗവതം എടുത്ത് കൃഷ്ണൻ്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കൂ. അതുപോലെയാണോ? ഒന്നാമത് നമ്മുടെ കുട്ടികളുടെ ചരിത്രം എഴുതാൻ ആരും പുറപ്പെടില്ല, അതിൽ വകയൊന്നുമില്ല, നിങ്ങൾ എഴുതൂല്ല. കൃഷ്ണൻ്റെ ചരിത്രം അതുപോലെയല്ല. ലോകം മുഴുവനും വായിക്കണം, ഗ്രഹിക്കണം. അവർക്കതിൽ നിന്ന് പലതും ഗ്രഹിക്കാനും ചിന്തിക്കാനുമുണ്ട്. അങ്ങനെ സാരഗർഭമായി ആലോചനയ്ക്ക് വക നൽകിക്കൊണ്ട് വിസ്മയാവഹമായി മനുഷ്യരെ ആനന്ദ തന്തുലിതരാവത്തക്ക വിധത്തിൽ എഴുതിയിട്ടുള്ള വിവരണങ്ങളാണവിടെ. അത് മുഴുവനും ആദ്യമായി കേൾക്കുക. അങ്ങനെ കേൾക്കുമ്പോൾ ആദ്യം അത്ര പിടിച്ചു എന്ന് വരില്ല, കുറച്ച് കഴിഞ്ഞാൽ കണ്ണടച്ചു കേൾക്കും. അങ്ങനെ കേൾക്കുമ്പോൾ ആ ഭക്തിയുടെ പ്രയോഗം കൊണ്ട് വരുന്നതാണ്. യഥാതിഹർഷോത്പുളകാശ്രുഗദ്ഗതം, അതിഹർഷം, എക്സിലറേഷൻ. ആ എക്സിലറേഷൻ എന്ന് പറയുമ്പോൾ
അത് ശരീരത്തിൽ മുഴുവൻ രോമകൂപങ്ങളിലൊക്കെ നിറഞ്ഞാണത് അനുഭവപ്പെടുക. ഉത്പുളക അശ്രുഗദ്ഗതം, രോമൊക്കെ ഇങ്ങനെ എടുത്തു പിടിച്ച് നിൽക്കും. അശ്രുഗദ്ഗതം, കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ പൊഴിയും. ആ കണ്ണുനീര് ഈ കടക്കണ്ണെന്നല്ല, തലക്കണ്ണിൽ നിന്നാണ് പൊഴിയുക. സന്തോഷക്കണ്ണീര് തലക്കണ്ണിൽ നിന്നാണ്. അതിന് തണുപ്പാണ്, അതിന് മധുരവുമാണ്, മറ്റതിന് ചൂടും ഉപ്പുരസവുമാണ്. യഥാതിഹർഷോത്പുളകാശ്രുഗദ്ഗതം, തൊണ്ടയിടറും. പ്രോത്കണ്ഠ, തൊണ്ട തുറന്ന് ഉറക്കെ, ഒരു ലജ്ജയോ ഭയമോ മടിയോ കൂസലോ ഇല്ലാതെ. പ്രോത്കണ്ഠ ഉദ്ഗായതി, ഉറക്കെ പാടുമത്രേ. രൗതി നൃത്യതി, ചിലപ്പോൾ നിലവിളിക്കും. നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഹാ 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 എന്നൊക്കെ ശബ്ദം പുറപ്പെടുവിക്കും. യഥാഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഹസതി ആക്രന്ദതേ ധ്യായതി വന്ദതേ ജനം. ഇതിങ്ങനെ പറഞ്ഞ് മൂത്ത് അങ്ങോട്ട് പോയി. യഥാ ഗ്രഹഗ്രസ്ത, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ബ്രഹ്മരക്ഷസോ ഏതെങ്കിലും ചെകുത്താനോ വന്ന് പിടിച്ച മാതിരി ആവുമത്രേ. പേടിക്കുക നിങ്ങളിത് കേട്ട്. ആ ലൗകികമായിരിക്കുന്ന കെട്ടുപൂട്ടുകളൊക്കെ അങ്ങോട്ട് പോയി. ഇന്ദ്രിയങ്ങൾ നമ്മുടെ ഈ ലോകത്തിൽ തറപ്പിച്ച് നിർത്തുന്നുണ്ടല്ലോ, നമ്മുടെ ദേഹത്തെയും മനസ്സിനെയും. അതൊക്കെ അഴഞ്ഞങ്ങോട്ട് പോയി. മനസ്സിൽ ആ ഭക്തി ഒരാവേശവും അഭിനിവേശവും പോലെ അങ്ങോട്ട് കിടന്നങ്ങോട്ട് കൂടി മനസ്സിനെ ഗ്രസിച്ച് കഴിഞ്ഞാൽ ഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഹസതി, പൊട്ടി അങ്ങോട്ട് ചിരിക്കും അത്രേ. ആക്രന്ദതേ, നിലവിളിക്കും. ധ്യായതി, കണ്ണടച്ച് അനങ്ങാതെ ഇരിക്കും. വന്ദതേ ജനം, ജനങ്ങൾ ആരെങ്കിലും മുമ്പിൽ വന്നാൽ അവർ ഭഗവാനാണെന്ന് പറഞ്ഞ് നമസ്കരിച്ച് കാല് പിടിക്കാൻ തോന്നും, പിടിക്കും. മുഹുശ്വസൻ, നിൽക്കണില്ല. പിന്നെയും ദീർഘശ്വാസമെടുത്ത് വക്തി പറയുന്നു. ഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർ ഗതത്രപഃ. മനസ്സ് അന്തർമുഖമായി ആത്മസ്പർശം കിട്ടി. ഗതത്രപഃ, എല്ലാ വിധത്തിലുള്ള ലജ്ജയും പേടിയും പോയിട്ട് അങ്ങോട്ട് പറയത്രേ ഉറക്കെ. ഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർ ഗതത്രപഃ മുഹുശ്വസൻ വക്തി. ഹരേ ഹരേ ജഗത്പദേ ജഗത്പദേ നാരായണ നാരായണ. ഹരേ ജഗത്പദേ നാരായണ. ഹരേ ജഗത്പദേ നാരായണ. ഹരേ ജഗത്പദേ നാരായണ. നാരായണേത്യാത്മമതിർ ഗതത്രപഃ. ഇതാണ് ഭക്തിയുടെ അഭ്യാസം, ഭക്തിയുടെ പ്രയോഗം. ആ ജപിക്കുന്ന സമയത്ത് അതിൽ നമുക്ക് അനുഭവപ്പെടുന്ന താദാത്മ്യമുണ്ടല്ലോ, താദാത്മ്യം. വെറുതെ ഒരു വാക്ക് പറയല്ല. ഹരി ഹരി എന്ന് പറഞ്ഞാൽ പരമകല്യാണനിധിയായിരിക്കുന്ന ശ്രീഹരി അദ്ദേഹത്തിനെ വിളിക്കുകയാണ്. ജഗത്പദേ, ജഗത്തിൻ്റെ എല്ലാറ്റിൻ്റെയും അധിപതിയാണ് അങ്ങ്. നാരായണ, മനുഷ്യന് മുഴുവൻ ആശ്രയം സംരക്ഷകനായിട്ടിരിക്കുന്നവൻ. ആ പേരുകൾ അങ്ങോട്ട് മനസ്സിൽ നിന്ന് ഉറക്കെ അങ്ങോട്ട് വരും. മുഹുശ്വസൻ വക്തി ഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർ ഗതത്രപഃ. തദാ പുമാൻ മുക്തസമസ്തബന്ധനഃ തദ്ഭാവഭാവാനുകൃതാശയാകൃതി നിർദഗ്ധബീജാനുശയോ മഹീയസാ ഭക്തിപ്രയോഗേണ സമേത്യധോക്ഷജം. എന്താ പറയുക? ഇങ്ങനെ ഹരേ ജഗത്പദേ നാരായണ എന്നിങ്ങനെ ഉറക്കെ പറയലുണ്ടല്ലോ. ഈ പറയുന്ന സമയത്ത് ശബ്ദമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിലൊരു പ്രതികരണം ഉണ്ടാവുന്നുണ്ട് ആ ഓരോ ശബ്ദത്തിനുമനുസരിച്ച്. ആ പ്രതികരണം എങ്ങനെയാ? ഭാഗവതം തന്നെ വിവരിക്കണം. തദാ പുമാൻ മുക്തസമസ്തബന്ധനഃ. അപ്പോഴാണ് പുമാൻ, പുരുഷൻ, മനുഷ്യൻ. മുക്തസമസ്തബന്ധനഃ ഒന്ന് പറയൂ. മുക്തസമസ്തബന്ധനഃ. മുക്തസമസ്തബന്ധനഃ
മുക്തസമസ്തബന്ധനഃ മുക്തസമസ്തബന്ധനഃ മുക്തസമസ്തബന്ധനഃ സമസ്തബന്ധനഃ എല്ലാ ബന്ധനങ്ങളും. എന്താ ഈ എല്ലാ ബന്ധനങ്ങളും? ഞാൻ എൻ്റെ, ഞാൻ എൻ്റെ, ഞാൻ എൻ്റെ. ആദ്യമായിട്ട് ഞാൻ, പിന്നെയോ ഒക്കെ എൻ്റെയാണ്. നിങ്ങൾക്ക് എൻ്റെ അല്ലാതെ വല്ലതും ഉണ്ടോ? എല്ലാവരും പറയും ദിസ് വേൾഡ്, മൈ ഫാദർ, മൈ മദർ, മൈ സൺ, മൈ ഹസ്ബൻഡ്, മൈ വൈഫ്. എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ സ്വത്ത്, എൻ്റെ സമ്പാദ്യം, ഞാനുണ്ടാക്കിയത്, ഇതന്നെയല്ലേ ഉള്ളൂ നമുക്കൊരു പാട്ട് പാടാൻ. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബന്ധനം തോന്നുന്നുവോ, അല്ല എന്തെല്ലാമാണോ നിങ്ങൾ ബന്ധിച്ച് നിർത്തുന്നത്, അത് മുഴുവനും അതിൻ്റെ വേര് ഇവിടെയാണ്. എവിടെ? നമ്മുടെ ഉള്ളിൽ. ആ ഉള്ളിൽ നിന്നാണ് ഇപ്പോൾ ഈ പുറപ്പെടുന്നത് ജഗത്പതേ നാരായണ എന്നുള്ള ശബ്ദം. ആ പുറപ്പെടുന്നതോടുകൂടി എല്ലാ ബന്ധനങ്ങളും കെട്ടങ്ങട് പൊട്ടി. അതെങ്ങനെയാ? തദ്ഭാവഭാവാനുകൃതാശയാകൃതി. ഒന്ന് ആലോചിക്കണം കൂട്ടരെ, കേൾക്കണതൊന്ന് ആലോചിക്കണത്. ഭാവാനുകൃതാശയാകൃതി. ആരെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പറയണത്? ഈശ്വരനെ പറ്റി. ആ ഈശ്വരനെ പറ്റിയിട്ടൊരു ഭാവം നമ്മുടെ മനസ്സിൽ സ്വയം അനുഭവപ്പെടും. ആ അനുഭവപ്പെടുന്നത് ഒരു ആശയ പരിഷ്കാരം നമ്മുടെ ഉള്ളിലുണ്ടാവും. ഞാൻ ഇത്ര നാളും ധരിച്ചു പോന്നു, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ചെന്നു, അല്ലെങ്കിൽ പടത്തിൻ്റെ മുമ്പിൽ നിന്നു, എന്നൊരു ചതുർഭുജധാരി എന്നൊക്കെ വിചാരിച്ചു. 4 ഭുജങ്ങളും ഉണ്ട്, ഒരു ശരീരവും ഉണ്ടെങ്കിൽ സർവ്വവ്യാപിയാവുമോ മഹാഭഗവാൻ? സർവ്വവ്യാപിക്ക് കയ്യും കാലും കണ്ണും മൂക്കൊക്കെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. തൻ്റെ മനസ്സ് ആ രൂപം എന്ന് പറയുന്ന ആ പരിമിതിയിൽ നിന്നൊക്കെ പുറത്ത് കടന്ന് ആ രൂപമില്ലാതെ ആകാശം പോലെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വ്യാപ്തി മനസ്സിലങ്ങോട്ട് അനുഭവപ്പെടും. തദ്ഭാവഭാവാനുകൃതാശയാകൃതി നിർദഗ്ധ ബീജാനുശയോ. നമ്മുടെ ഉള്ളിൽ കർമ്മവാസനകൾ എന്ന് പറയുന്ന കുറേ ബീജങ്ങളുണ്ട്. ആ ബീജങ്ങൾ മുഴുവൻ ചീനച്ചട്ടിയിലിട്ട് വറുത്ത് പൊരിച്ച മാതിരിയായി എല്ലാം ഭൂന്നങ്ങോട്ട് പോവത്രേ. നിർദഗ്ധ ബീജാനുശയോ മഹീയസാ ഭക്തിപ്രയോഗേണ. മഹീയസ അതിപ്രബലമായ ഭക്തിപ്രയോഗേണ, ഭക്തിയുടെ ആ പ്രയോഗ രൂപത്തിലുള്ള അനുഷ്ഠാനം വഴി സമേത്യധോക്ഷജം. വാക്ക് ഓരോ സമയത്താണ് ആ വാക്ക് പ്രത്യേകിച്ചും കൊണ്ടുവയ്ക്കണത്. അധോക്ഷജം, കണ്ണുകൾക്ക് കാണാൻ പറ്റാത്ത ഭഗവാൻ. നിങ്ങളെപ്പോഴും തേടി നടക്കുന്നത് ആരെയാ? കണ്ണിന് കാണാൻ കൊള്ളാവുന്നത്. കണ്ണിന് കാണാൻ പറ്റുന്നതാണെങ്കിൽ ഒക്കെ ഈ പ്രത്യക്ഷമായ ലോകവസ്തുക്കളാണ്. അത് ഭഗവാനാവില്ല. അധോക്ഷജനാണ് ഭഗവാൻ. കണ്ണിന് കാണാൻ പറ്റില്ല. മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഹൃദയം കൊണ്ടും മാത്രമേ നമുക്ക് സാക്ഷാത്കരിക്കാനോ അനുഭവിക്കാനോ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആ സമേതി അധോക്ഷജം, അധോക്ഷജനായിരിക്കുന്ന ശ്രീഹരിയെ പ്രാപിക്കുന്നു. ആ പ്രാവണം എങ്ങനത്തതാ? അധോക്ഷജാലംഭമിഹ അശുഭാത്മനഃ ശരീരിണ സംസൃതി ചക്രശാതനം തദ്ബ്രഹ്മ നിർവാണസുഖം വിദുർബുധാഃ തതോ ഭജധ്വം ഹൃദയേ ഹൃദീശ്വരം. അസുരപുത്രന്മാരെ, സഹപാഠികളെ, നിങ്ങൾ കേൾക്കിൻ. അധോക്ഷജാലംഭം, ഈ ഉള്ളിൽ ഭഗവാൻ വന്ന് ആലിംഗനം ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അപ്പം അധോക്ഷജൻ്റെ കണ്ണിന് കാണാൻ പറ്റാതെ പരോക്ഷമായി മാത്രം ഗ്രഹിക്കാൻ പറ്റുന്ന ഭഗവാന്റെ ആലിംഗനം ഇഹ ഈ ലോകത്തിൽ അശുഭാത്മനഃ. നമ്മളൊക്കെ അസുരപുത്രന്മാരാണ്. അസുരപുത്രന്മാർ എന്നുള്ളൊരു പട്ടത്തോട് കൂടിയിട്ടാണ് ജനിക്കുന്നത്. അപ്പം നമ്മളെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്താ? ഒക്കെ അശുഭമാണ്, ശുഭമില്ല. അങ്ങനെയുള്ള അശുഭാത്മാക്കൾക്ക് ശരീരമുള്ളവർക്ക് സംസൃതി ചക്രശാതനം, ഈ സംസാരം എന്ന് പറയുന്ന ചക്രമുണ്ടല്ലോ, അത് പൂർണ്ണമായി അറുത്തുപോകും, അറ്റുപോകും. തദ്ബ്രഹ്മ, അതാണ് ബ്രഹ്മം. എല്ലാവരും പറയും ബ്രഹ്മം സാക്ഷാത്കാരം എന്ന്. എന്ത് ബ്രഹ്മ? ഇതാണ് ബ്രഹ്മം. അധോക്ഷജൻ്റെ ആലംബം നമ്മുടെ ഉള്ളിൽ എപ്പോൾ കിട്ടുന്നുവോ അതാണ് ബ്രഹ്മം, അതാണ് ബ്രഹ്മപ്രാപ്തി. നിർവാണസുഖം,
അതിനെയാണ് നിർവാണ സുഖം എന്ന് അറിവുള്ളവർ പറയുന്നത്. സാധാരണ നമുക്ക് സുഖം കിട്ടുന്നത് ഇന്ദ്രിയങ്ങളും ലോകവസ്തുക്കളും തമ്മിൽ സമ്പർക്കം നടത്തുമ്പോഴാണ് സുഖങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവുന്നത്. ഇവിടെ ഒരു വസ്തുവിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഈശ്വരൻ്റെ പേരുകൾ പറഞ്ഞ് അതിൽ ആവേശം പൂണ്ട് അത് നമ്മുടെ ഉള്ളെ പൂർണ്ണമായി ഗ്രസിച്ച് അവിടെയുള്ള കർമ്മബന്ധങ്ങൾ മുഴുവൻ ടപ്പ് ടപ്പ് പൊട്ടി തകർന്ന് പോയി സ്വതന്ത്രതയിലും സ്വച്ഛതയിലും അനുഭവപ്പെടുന്ന വിശേഷപ്പെട്ട ഒരു സുഖമുണ്ടല്ലോ, ആ സുഖം നിർവാണ സുഖം. വിരതിയിൽ നിന്ന്, വിരാമത്തിൽ നിന്ന്, വേർപാടിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖമാണത്. വിദുർബുധാ, അറിവുള്ളവർ അതിനെയാണ് പറയുന്നത്. ഭഗവാന്റെ ആലിംഗനം നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും എപ്പോൾ അനുഭവപ്പെടുന്നുവോ അതാണ് നിർവാണ സുഖം. തതോ ഭജധ്വം. അതുകൊണ്ട് എൻ്റെ പൊന്നു കൂട്ടരെ, കൂട്ടാളികളെ, നിങ്ങൾ എന്താ വേണ്ടത്? ഭജധ്വം, ഭജിക്കൂ. ആരേ? ഹൃദയേശ്വരനെ. എവിടെയാണ് ഭജിക്കേണ്ടത്? ഹൃദയേ ഹൃദീശ്വരം. നിങ്ങളുടെ ഹൃദയത്തിൽ ഭജിക്കൂ. ഇതിന് പുഷ്പങ്ങൾ വേണ്ട, ചന്ദനം വേണ്ട, പായസം വെച്ച് നിവേദിക്കണ്ട, ഓടണ്ട, ചാടണ്ട, തലകുത്തി നിൽക്കണ്ട, യോഗാഭ്യാസങ്ങളും വേണ്ട, ഒന്നും വേണ്ട. ഇത് ഉള്ളിലാണ്, ഉള്ളിലാണ്, ഉള്ളിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കൊണ്ട്, ഹൃദയത്തിൽ ഹൃദീശ്വരനെ നിങ്ങൾ ഭജിക്കൂ. എവിടെ പോയി ഈ കാര്യം? എവിടെയാണ് ഭജനം നടത്തേണ്ടത്? ഹൃദയത്തിൽ. നിങ്ങൾ ഒരൊറ്റ ആൾ പറയരുത് എനിക്ക് സമയമില്ല എന്ന്. ഒരു സമയവും വേണ്ട. നിങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയം കൊണ്ട് ഭജിക്കാൻ ഒരു സമയം. എന്താ നിങ്ങൾ ഈ പറയണത്? ആദ്യമായിട്ട് മനസ്സിലാക്കൂ നമുക്ക് ഭജിക്കാനുള്ളത് ഹൃദീശ്വരനെയാണെന്ന്. നമുക്ക് ഭജിക്കാൻ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഹൃദയമാണെന്ന്. 17 മണിക്കൂർ നിങ്ങൾ ഉണർന്നിരിക്കുന്നുണ്ട്. ആ 17 മണിക്കൂറും ഇടവിടാതെ ജോലി ചെയ്യുന്നവരാരുമില്ല. കുറേ സമയം വിശ്രമിച്ചും ശ്രദ്ധയില്ലാതെയും പോകുന്നതുണ്ട്. ആ സമയമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കൂ ഈ വക ചിന്തയ്ക്കും വിചാരത്തിനും പരിശീലനത്തിനും. എന്നിട്ട് എന്തുണ്ടാവണമെന്ന് നോക്കുക. കോതി പ്രയാസോ അസുരബാലക ഹരേരുപാസനേ സ്വേ ഹൃദി ഛിദ്രവത്സത സ്വസ്യാത്മനഃസഖ്യുരശേഷദേഹിനാം സാമാന്യത കിം വിഷയോപപാദനൈ. കൊച്ചു പ്രഹ്ലാദൻ വിടുന്നില്ല. കൂട്ടുകാരെ, ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞ് കളയാൻ വിടാനൊരുക്കമില്ല. കോതി പ്രയാസോ, എന്ത് പ്രയാസാണ്? അസുരബാലകാ, അസുരബാലകന്മാരെ, ഹരേഹെ ഉപാസനെ, ശ്രീഹരിയെ ഉപാസിക്കാൻ എന്താ പ്രയാസം? അസുരപുത്രന്മാരെ. അസുരപുത്രന്മാർക്ക് പോലും പ്രയാസമില്ലെങ്കിൽ പിന്നെ മനുഷ്യപുത്രന്മാരും പുത്രികളുമായിരിക്കുന്ന നിങ്ങൾക്ക് പ്രയാസം പറയാൻ പറ്റുമോ? അസുരബാലകാ ഹരേരുപാസനെ സ്വേ ഹൃദി ഛിദ്രവത്സത. എന്താ വിഷമില്ല എന്ന് പറയണേ? അവനവൻ്റെ ഹൃദയത്തിൽ ഛിദ്രവത്, ആകാശം പോലെ. ആകാശം എങ്ങനെയോ സർവ്വദിക്കിലുമുണ്ട്. അഗ്നിയിലുമുണ്ട്, കാറ്റിലുമുണ്ട്, വെള്ളത്തിലുമുണ്ട്, കട്ടിയായിട്ടുള്ള ഭൂമിയിലുമുണ്ട്. ഇനി എവിടെ വേണം? പാഞ്ചഭൗതികമാണ് ഈ പ്രപഞ്ചം മുഴുവനും. അതിലെല്ലാ ദിക്കിലും ആകാശമുള്ളതുപോലെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ സെല്ലിലുമുണ്ട് ഭഗവാൻ. മനസ്സിലുണ്ട്, ശരീരത്തിലുണ്ട്, ബുദ്ധിയിലുണ്ട്, അഹങ്കാരത്തിലുണ്ട്. ഇതല്ലാതെ ഇനി എന്തെല്ലാം ഉണ്ടോ നിങ്ങളിൽ, അതിലെല്ലാറ്റിലും ഒരുപോലെയുണ്ട്. ആ ഭഗവാനെയാണ് ഞാൻ 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 എന്ന വാക്കുകൊണ്ട് നിങ്ങൾ സൂചിപ്പിക്കുന്നത്. വേറെ ഒരു നാമവും നിങ്ങൾ ജപിക്കണ്ട. ഞാൻ ജപിക്കാതെ തന്നെ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കും. ആ ഞാൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്ന, പ്രത്യയം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്തോ അതാണ് ഈശ്വരൻ. സ്വസ്യാത്മനഃ സഖ്യുഹു അശേഷദേഹിനാം. ഈ ലോകത്തിലുള്ള ദേഹികളുടെ മുഴുവനും സഖാവാണ്, സുഹൃത്താണ്, സ്നേഹിതനാണ്, മിത്രമാണ്. സ്വസ്യാത്മനഃ സാമാന്യത കിം വിഷയോപപാദനൈ. ഈ ഉപാസനയെ വിട്ടുകളഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ശ്രദ്ധ എന്താ? ഇതേവരെ തിന്നതും കുടിച്ചതും കേട്ടതും കണ്ടതും എന്താ പുതിയതുള്ളവിടെ? ഇന്നലത്തെയും മിനിഞ്ഞാത്തത്തെയും കണ്ണ് തന്നെയാണ് ഇപ്പോഴും. ആ കണ്ണുകൊണ്ട് കാണുന്നതും ഇന്നലെയും മിനിഞ്ഞാന്തും ഉണ്ടായിരുന്നതാ.
ഒരേ കിടക്ക, ഒരേ തലോണ, ഒരേ കട്ടിൽ, കുറേശ്ശെയൊക്കെ തിന്നുന്നതിൽ ഇന്ന് സാമ്പാറാണെങ്കിൽ നാളെ മോരൊഴിച്ച് കൂട്ടാൻ ഉണ്ടാക്കിയിരിക്കാം. ഒക്കെ ഈ നാവിന് തന്നെയല്ലേ, വേറെ എന്തിനാ? ഇവിടം വരെയാണ് രുചി, താഴത്തേക്ക് പോയാൽ രുചിയില്ല. സാമാന്യതയ്ക്കും വിഷയോപപാദനൈ. ഈ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാനുള്ള വസ്തുക്കൾ കൊണ്ട് എന്താണ് പ്രയോജനം? രായക്കള്ളത്രം പശവസ്സുതാദയോ ഗൃഹാമഹി കുഞ്ചരകോശഭൂതയ സർവേ അർത്ഥകാമാ ക്ഷണഭംഗുരായുഷ കുർവന്തി മർത്യസ്യ കിയത് പ്രിയം ചലാഃ. രായ ഓരോ സാധനവും പെറുക്കിയെടുത്ത് നിരത്തിയിട്ട പ്രഹ്ലാദൻ പറയേണ്ടത് ഫൂ 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 വിട്ടുകളയാനേ ഉള്ളൂ. നമ്മൾ സമ്പാദിക്കുന്ന പണം, ഭാര്യ, പശുക്കൾ, സുതാദേഹ, മക്കളും കുട്ടികളും, ഗൃഹ വീടുകൾ വാടകയ്ക്കോ കെട്ടിയതോ വാങ്ങിച്ചതോ, മഹീ വസ്തു കുഞ്ചരകോശഭൂതയ ആന കയ്യിലുള്ള ട്രഷറി ലോക്കർ, കോശഭൂതയ സർവേ ഇതെല്ലാം തന്നെ അർത്ഥകാമാ. ധർമാർത്ഥ കാമങ്ങളിൽ അർത്ഥവും കാമവും മാത്രമേ ആകുന്നുള്ളൂ. ക്ഷണഭംഗുരായുഷ സ്വതവേ എത്ര കാലം ജീവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ആയുസ് ക്ഷണഭംഗുരമാണ്. അങ്ങനെയുള്ള മനുഷ്യന് കുർവന്തി മർത്യസ്യ കിയത് പ്രിയം ചലാഃ. കുർവന്തി മർത്യസ്യ കിയത് പ്രിയം ചലാഃ. നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ശരീരമുണ്ടല്ലോ, അത് തന്നെ ചലിക്കുന്നതും നശിക്കുന്നതുമാണ്. ഈ വസ്തുക്കളൊക്കെയോ അവയും നശ്വരങ്ങളാണ്. അപ്പം നശ്വര ശരീരത്തിന് അനുഭവിക്കാൻ നശ്വര വസ്തുക്കളെ കൂട്ടുപിടിച്ച് ശേഖരിച്ച് വെച്ച അനുഭവം തുടങ്ങിയാൽ നശ്വരത കൂടുതലല്ലാതെ കുറയോപ്പാ? കുറയില്ലല്ലോ. അപ്പം പിന്നെ എന്താ പോം വഴി? ഈ ലോകത്തിലും ലോകജീവിതത്തിലും ഒരു പോം വഴിയില്ല. പോം വഴി ഉണ്ടെങ്കിൽ അത് ശ്രീഹരിചിന്തനത്തിൽ മാത്രമേ ഉള്ളൂ. 7 വയസ്സായ കുട്ടി സഹപാഠികളെ ഉദ്ബോധിപ്പിക്കുന്നതാണ്. ഏവം ഹി ലോകാഃ ക്രതുഭികൃതാ അമി ക്ഷയിഷ്ണവഃ സാതിശയാ ന നിർമ്മലാഃ തസ്മാദ് അദൃഷ്ടശ്രുതദൂഷണം പരം ഭക്ത്യൈകയേശം ഭജത ആത്മലബ്ധയേ. ഈ ലോകം എങ്ങനെ നശ്വരവും ക്ഷണഭംഗുരമോ അതേപോലെ തന്നെയാണ് വേദങ്ങൾ വിധിക്കുന്ന കർമ്മങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഉപരിലോകങ്ങളും. സാതിശയാഃ ക്ഷയിഷ്ണവഃ ന നിർമ്മലാഃ ഒക്കെ ക്ഷയിക്കുന്നതാണ്, താരതമ്യത്തിന് വിധേയമാണ്, പവിത്രമല്ല ഒരിടവും. തസ്മാത് അതുകൊണ്ട് അദൃഷ്ടശ്രുതദൂഷണം പരം ഇന്നേ വരെ ഒരു കോട്ടവും ഒരു കുറവും ഒരു ദൂഷ്യവും കണ്ടിട്ടില്ലാത്ത ആ പരമമായ സത്യത്തെ, പരമാത്മാവിനെ, ശ്രീഹരിയെ ഭക്തിയാ ഏകയാ ഈശം ഭജത. ആ ഈശ്വരനെ ഏകമായ ഭക്തിയോടുകൂടി ഭക്തി മാത്രം മതി നിങ്ങൾ ഭജിക്കൂ. എന്തിനു വേണ്ടി? ആത്മലബ്ധയേ. എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ ശ്രദ്ധിച്ച്? ഭക്തിയുടെ ലക്ഷ്യം എന്താ? ആത്മലബ്ധയെ, ആത്മലാഭമാണ്. ഭക്തി കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് വൈകുണ്ഠത്തിൽ പോവാനല്ല, കൈലാസത്തിൽ ചെന്നണയാനല്ല. ഭക്തി കൊണ്ട് മനസ്സും ബുദ്ധിയും ശുദ്ധമായി തെളിഞ്ഞ് നമുക്ക് ആത്മസാക്ഷാത്കാരം കിട്ടണം. അതാണ് ആവശ്യം. ഭജത ആത്മലബ്ധയെ. ഹൃദയത്തിൽ ഹൃദീശ്വരനെ ഭജിക്കൂ. മുഹുശ്വസൻ ഭക്തിഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർഗതത്രപഃ. ഭക്തിയുടെ പ്രയോഗമാണല്ലോ. ആ ഭക്തി ഉള്ളിൽ പ്രവേശിച്ച് അതിൻ്റെ പ്രയോഗം, ആ പ്രയോഗാനുഷ്ഠാനം അത് വേണ്ടതുപോലെ ശക്തമാവുമ്പോൾ ദീർഘശ്വാസം വരുമത്രേ. ആ ദീർഘശ്വാസം വന്നുകൊണ്ട് ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറയാൻ തുടങ്ങും ഭക്തി. എന്താ പറയുക? ഹരേ ജഗത്പദേ നാരായണ, ഹരേ ജഗത്പദേ നാരായണ. എല്ലാവരും പറയൂ, ഹരേ ജഗത്പദേ നാരായണ, ഹരേ ജഗത്പദേ നാരായണ.